നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. പാത്രം അറിഞ്ഞ് ഭിക്ഷയിടുക എന്ന് പറയും. അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ട സഹായങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ആയാലും ഒരു സംഘടനയായാലും ഒരു യൂണിയൻ ആയാലും ഒക്കെ അതിൻ്റെ മഹത്വം വിളിച്ചു പോകുന്നത്. ഞാൻ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനിലുണ്ടായിരുന്നപ്പോൾ വരുന്ന വരുമാനങ്ങൾ HDFCയിലെ KSFയിലെ ചിട്ടിയിലേക്ക് ഇടുക, HDFCയിൽ ഫിക്സ്ഡ് ഇടുക, അങ്ങനെയൊക്കെ വന്നപ്പോൾ നിധി കാക്കുന്ന പൊതു പോലെ ഇടാൻ പാടില്ലായിരുന്നു. നമുക്ക് അർഹതപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായിക്കണമെന്ന് പറഞ്ഞിരുന്നു. കുറേ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെയാണ് കാർഡ് തിരിച്ചേൽപ്പിക്കുന്നത്. ഇനി വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കാർഡ് തിരിച്ചേൽപ്പിച്ചാൽ 1 ലക്ഷം രൂപ കൊടുക്കുന്നത്. അതുപോലെ വർക്കൊന്നുമില്ലാതെ വർഷങ്ങളായി കാത്തിരിക്കുന്ന പാവപ്പെട്ട സംവിധായകർക്ക് 5 പേർക്കും 5 അസോസിയേറ്റ് ഡയറക്ടർമാർക്കും മാസം 5000 രൂപ വെച്ച് പെൻഷൻ, വർഷം അങ്ങനെ 10 പേർക്ക്. ഇപ്പോൾ അത് നടപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തിരുന്നു. ഇപ്പോൾ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനിലെ 21 യൂണിയനുകളിൽ ഒരുപാട് കാശ് ബാങ്കിൽ കുന്നുകൂടി കിടക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്, എനിക്കറിയാം. പക്ഷെ അവരിൽ നിന്ന് വ്യത്യസ്തമായി, അതും ഡ്രൈവേഴ്സ് യൂണിയൻ, കേരള സിനി ഡ്രൈവേഴ്സ് യൂണിയൻ എൻ്റെ വീട് എന്ന് പറഞ്ഞൊരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് അവരുടെ വെൽഫെയർ ഫണ്ടിൽ നിന്ന്. അവരുടെ ആദ്യത്തെ വീട് ഒറ്റപ്പാലത്താണ്, മയിലുംപുറത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവരുടെ ഒരു അംഗത്തിന് വീട് വെച്ച് കൊടുത്തു. ബി ഉണ്ണികൃഷ്ണൻ പോയി വിളക്ക് കൊളുത്തി കല്ലൊക്കെ ഇട്ട് കൊടുത്തു. വീട് പൂർത്തിയായി. നമ്മളെ ഏതോ എപ്പിസോഡിൽ നമ്മുടെ ചാനലിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ രണ്ടാമത്തെ വീട്, അവരുടെ രണ്ടാമത്തെ വീട് വെഞ്ഞാറമൂട്, തിരുവനന്തപുരത്തിൻ്റെ അടുത്ത് വെഞ്ഞാറമൂട്ടിൽ കേരള സീനിയർ ഡ്രൈവേഴ്സ് യൂണിയൻ്റെ ഒരംഗത്തിന് വേണ്ടി എന്താ പറയുക, ഹൗസ് വാമിങ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞ പദ്ധതിയിൽപ്പെടുത്തി എല്ലാവരുടെയും സഹകരണത്തോടെ വീടിനാവശ്യമുള്ള ഫർണിച്ചറുകളടക്കം നൽകി. സിബി മലയിലും ബി ഉണ്ണികൃഷ്ണനും കൂടി ആയിരിക്കും താക്കോല് കൈമാറുന്നത് എന്നാണ് അവർ പരസ്യമൊക്കെ കൊടുത്തത്. പക്ഷേ എന്തുകൊണ്ടോ ഉണ്ണികൃഷ്ണൻ്റെ തിരക്കുകൊണ്ടായിരിക്കും ഉണ്ണികൃഷ്ണൻ വന്നില്ല. പകരം സിബി മലയിൽ വന്ന് ആ വീടിൻ്റെ താക്കോൽ ദാനം നിർവഹിച്ചു. പുണ്യപ്രവൃത്തിയാണത്. യൂണിയൻ പ്രസിഡന്റ് റജി, ജനറൽ സെക്രട്ടറി അനീഷ് ജോസഫ്, ട്രഷറർ സന്തോഷ്, പിന്നെ അവരുടെ ഭരണസമിതിയിലുള്ള മുൻ ഭരണസമിതിയിലെയും ഇപ്പോഴത്തെ ഭരണസമിതിയിലെയൊക്കെ ആൾക്കാരുടെ സാന്നിധ്യത്തിൽ സിബി മലയിൽ താക്കോൽ കൊടുക്കുന്ന കണ്ടപ്പോൾ ഒരു സംഘടനയായാൽ ഒരു യൂണിയനായാൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. തീർച്ചയായിട്ടും ഡ്രൈവേഴ്സ് യൂണിയൻ, ഫെഫ്കയുടെ ഡ്രൈവേഴ്സ് യൂണിയൻ അഭിനന്ദനം അർഹിക്കുന്നു. പ്രത്യേകിച്ച് ഈ കാലത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ പലരും ചെന്ന് പറഞ്ഞിരിക്കുന്നത് തെമ്മാടികളും ആഭാസന്മാരും മദ്യപാനികളും ലഹരി ഉപയോഗിക്കുന്നവരുമൊക്കെയാണ് സിനിമാ രംഗത്തെ ഡ്രൈവർമാരെന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പം തന്നെ നടിയെ ആക്രമിച്ച കേസിലെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഫെഫ്കയിൽ അംഗത്തുള്ള ആളല്ല, പക്ഷേ പഴി കേൾക്കുന്ന മുഴുവൻ ഡ്രൈവേഴ്സ് യൂണിയനിലായിരിക്കും. ഒരുപാട് എന്തൊക്കെയോ നിബന്ധനകൾ, പുതിയ നിബന്ധനകൾ അവർ കൊണ്ടുവരുന്നുണ്ട്. കാരണം ഡ്രൈവേഴ്സ് യൂണിയനിൽ അംഗത്വം എടുക്കണമെങ്കിൽ പോലീസിൻ്റെ ക്ലിയറൻസ് ഒക്കെ വേണം, എങ്കിലേ അംഗത്വം കിട്ടും. പക്ഷേ ഇതൊന്നും അറിയാതെ ഈ ഹേമ കമ്മിറ്റിയിൽ ആരൊക്കെയോ എന്തൊക്കെയോ അനാവശ്യങ്ങൾ ഡ്രൈവേഴ്സ് യൂണിയനെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് പോലും അവർ വളരെ വ്യക്തമായ ഒരു ചിട്ടവട്ടത്തോടു കൂടി പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവരുടെ ഒരു അംഗത്തിന് ഒരു വീട് പൂർത്തീകരിച്ച് അതിന് ഫർണിച്ചറൊക്കെ വാങ്ങിക്കൊടുത്ത് സിബി മലയിലിനെ പോലെ ഒരു പ്രശസ്തനായ സംവിധായകൻ അല്ലെങ്കിൽ ഫെഫ്കയുടെ ചെയർമാനെ കൊണ്ടുവന്ന് താക്കോലൊക്കെ കൊടുക്കുമ്പോൾ ആ മനുഷ്യൻ ആലോചിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം ആലോചിക്കും, എൻ്റെ ഭർത്താവ് ഡ്രൈവേഴ്സ് യൂണിയനിൽ പ്രവർത്തിച്ചുകൊണ്ടാണല്ലോ എനിക്ക് ഈ വീട് കിട്ടിയതെന്നൊക്കെ അവരാലോചിക്കും. നന്നായി നല്ല തീരുമാനമായിരുന്നു, നല്ല നടപടിയായിരുന്നു അവരെടുത്തതെന്ന് ഞാൻ പറയുന്നു. ഇനിയും ഡ്രൈവേഴ്സ് യൂണിയൻ വീടുകളില്ലാത്ത, കയറി കിടക്കാൻ അടച്ചുറപ്പുള്ള ഒരു വീടില്ലാത്ത അംഗങ്ങൾക്ക് വേണ്ടി ഇതുപോലെ പ്രവർത്തിക്കണമെന്ന് ഞാൻ ആശിക്കുന്നു. അതവർ നടപ്പിലാക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നമസ്കാരം. ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ചെയ്യുന്നത്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മഹാനടൻ, ഇനി ആരൊക്കെ എവിടെയൊക്കെ പത്രസമ്മേളനം നടത്തി ഇവിടുത്തെ എന്താ പറയുക സിനിമയെ മുഴുവൻ താളം തെറ്റിച്ചവന്മാർ മമ്മൂട്ടിയാണ് മോഹൻലാലാണെന്ന് പറഞ്ഞാലും പുല്ല് വിലകളും കൊടുക്കണ്ട എന്ന് ഞാൻ പറയും. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് 73 വയസ്സ് തികഞ്ഞു. അപ്പോൾ ഇന്നലെ മദ്രാസിൽ നിന്ന് എന്നെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ജീവൻ വിളിച്ചു. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താ? ഞാൻ പറഞ്ഞ പ്രത്യേകത, നമ്മുടെ മമ്മൂക്കയ്ക്ക് 73 വയസ്സായി. എന്തേ 74 കടന്നു, അത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. അല്ല, നിങ്ങളുടെ ജന്മനാൾ ഇന്നല്ലേ? ഞാൻ പറഞ്ഞാൽ അല്ല,
അദ്ദേഹം ചിങ്ങമാസത്തിലെ വിശാഖമാണ്, ഞാൻ 2 മാസം കഴിഞ്ഞ് തുലാമാസത്തിലെ വിശാഖമാണ്. ഓ അത് ശരി, ഞാൻ കരുതി രണ്ടും ഇന്നാണെന്ന്. ഞാൻ അല്ല. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം മമ്മൂക്കയുടെ നാളുകാരനാണല്ലോ ഞാൻ. അങ്ങും ജ്യോതി അടിയനും ജ്യോതി എന്ന് പറഞ്ഞ പോലെ അദ്ദേഹവും വിശാഖം, ഞാനും വിശാഖം. മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ OV വിജയൻ അങ്ങനെ ഇങ്ങനെ ആരെപ്പറ്റിയും ഒരു അഭിപ്രായവും പറയാത്ത ആളാണ്. അദ്ദേഹം വാതുറക്കുന്നത് തന്നെ വളരെ കുറവാണ്. TV ഒക്കെ പ്രശസ്തമായ ശേഷമാണ് അദ്ദേഹം മരിച്ചതെങ്കിലും OV വിജയൻ്റെ TV പരിപാടികൾ വളരെ തുലവും ശുഷ്കമാണെന്ന് പറയാം. അദ്ദേഹം സംസാരിക്കുന്നത് തന്നെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ മനസ്സിലാവില്ല. അദ്ദേഹത്തിൻ്റെ അർത്ഥഗർഭമായ മൗനം, ആ മൗനത്തെ പോലെ തന്നെയായിരുന്നു ജീവിതവും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളൊരു കാര്യമുണ്ട്. MT വാസുദേവൻ നായരെയും OV വിജയനെയും ഒരു ദിവസം മുഴുവൻ ഒരു മുറിയിൽ അടച്ചിട്ടില്ല എങ്ങനെ ഇരിക്കുന്നു? കാരണം MT സാറും പിശുക്കനാണല്ലോ സംസാരിക്കാൻ. അദ്ദേഹത്തിന് അത്രയും മാനസികമായ അടുപ്പമുള്ള ആളുകളെ കണ്ടാൽ മാത്രമല്ല അദ്ദേഹം ചിരിക്കൂ. എനിക്ക് തോന്നുന്നു അവരെ രണ്ടുപേരും കൂടെ ഒരു മുറിയിൽ അടച്ചിട്ടാൽ ആ മൗനം പേടിപ്പെടുത്തുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ആ മുറിക്കകത്തിരുന്ന് MT സാറും ബീഡി വലിച്ച്, ഇപ്പോൾ ബീഡി വലി ഇല്ലാന്ന് തോന്നുന്നു, OV വിജയൻ കാർട്ടൂൺ വരച്ച് ഇരിക്കുമായിരിക്കും ആ പകൽ മുഴുവൻ. ഇത് താരങ്ങളെപ്പറ്റിയും അർത്ഥതാരങ്ങളെപ്പറ്റിയും പറയപ്പെടുന്ന പ്രചാരത്തിലൂടെ ശക്തി നഷ്ടപ്പെട്ട കഥയാണെന്ന് വിദഗ്ധ അഭിപ്രായം എന്നാണ് ആമുഖമായിട്ട് OV വിജയൻ ഒരു കഥ പറയുന്നതിനെക്കുറിച്ച് പറയാനുള്ളത്. പക്ഷേ എൻ്റെ കഥ നേരാണ് എന്നാണ് OV വിജയൻ പറയുന്നത്. സംഭവ സ്ഥലം ഡൽഹിയിലെ കേരള ക്ലബ്ബ്. ഒരു പുസ്തകചന്തയുടെ അവസരം, അത് ഉദ്ഘാടനം ചെയ്യുന്നു. പുസ്തകചന്ത ഉദ്ഘാടനം ചെയ്യാൻ ഉള്ള ചടങ്ങിലേക്കാണ് OV വിജയൻ വന്നിരിക്കുന്നത്. ഞാൻ ഏതാങ്ങലിനും മാസങ്ങളായി എങ്ങും പുറത്തു പോകാതെ വീട്ടിൽ കഴിയുകയാണ്. എൻ്റെ തൊട്ടടുത്തിരുന്ന MA ജേക്കബിനെ ചന്തയുടെ സംഘാടകർ എനിക്ക് പരിചയപ്പെടുത്തി. ആദ്യം കാണുകയാണ് എന്ന് പറയുന്നത് ഒരു ജാള്യതയാണ്. അപ്പോഴാണ് ഇങ്ങേപ്പുറം ഇരിക്കുന്ന സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വിജയേട്ട എന്ന് വിളിച്ചുകൊണ്ട് ചെറുപ്പക്കാരൻ ചടുലമായി എന്നോട് സംവദിച്ചു. ഞാൻ അറിയാതെ ചോദിച്ചു, മനസ്സിലായില്ല. ഞാൻ ക്ഷമാപണം പറഞ്ഞു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എൻ്റെ പേര് മമ്മൂട്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകം മുഴുവൻ അറിയുന്ന മമ്മൂട്ടിയെ OV വിജയൻ അറിയുന്നില്ല. എൻ്റെ പേര് മമ്മൂട്ടി. ഇവിടെയാണ് അദ്ദേഹം തന്നെ സ്വയം പറയുന്നത് ഞാനൊരു വങ്കനാണെന്ന്. OV വിജയൻ പറയുക, ഇവിടെയാണ് വങ്കൻ്റെ ചോദ്യം പ്രകാശിക്കപ്പെടുന്നത്. ഞാൻ ചോദിച്ചു, മമ്മൂട്ടി എന്ത് ചെയ്യുന്നു? ഞാൻ സിനിമാ നടനാണ്. ഞാൻ ചിരിച്ചു. മമ്മൂട്ടി, ആ ചെറുപ്പക്കാരന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. OV വിജയൻ അറിഞ്ഞില്ല എന്നത് ഒരു പ്രശ്നമല്ല. മമ്മൂട്ടിയെ ദൈവം അറിഞ്ഞാൽ മതി. പാലക്കാട് ജില്ലയിലെ കൊടുമ്പ് ഗ്രാമപഞ്ചായത്തിലെ പരിധിയിൽപ്പെടുന്ന തസ്രാക്കിലെ ഏക അധ്യാപിക വിദ്യാലയത്തിൽ OV വിജയൻ്റെ മൂത്ത സഹോദരി OV ശാന്ത ടീച്ചർ അധ്യാപികയായിരുന്നു. സഹോദരിയോടൊപ്പം അവിടെ താമസിക്കാനും ആ നാടിനെ അടുത്തറിയാനുമുള്ള ആഗ്രഹമാണ് നോവൽ രചനയിൽ വഴിത്തിരിവായത്. ഇപ്പോൾ OV വിജയൻ സ്മാരകമാക്കിയിട്ടുള്ള സ്ഥലത്തുള്ള ഞാറ്റുപുരയിലായിരുന്നു OV വിജയൻ്റെ താമസം. അവിടെ ഇരുന്നാണ് അദ്ദേഹം കുറേ കാലം തസ്രാക്കിലുണ്ടായിരുന്നു. അവിടെ ആ വീട്ടിൽ, ആ തസ്രാക്കിലെ OV വിജയൻ ജീവിച്ചിരുന്ന ആ വീട്ടിൻ്റെ മുന്നിൽ മമ്മൂട്ടി ഇരിക്കുന്നൊരു ഫോട്ടോ കണ്ടപ്പോൾ നമുക്ക് ആലോചിച്ച് കാണും, ഡൽഹിയിൽ വെച്ച് എന്താ പേര്? മമ്മൂട്ടി. എന്ത് ചെയ്യുന്നു? ഞാനൊരു സിനിമാ നടനാണ് എന്ന് പറയേണ്ടി വന്ന അവസ്ഥ ആലോചിച്ച് കാണും. അതുപോലെ തന്നെ KG ജോർജിൻ്റെ ഇലവങ്കോട് ദേശം ചിത്രീകരിക്കുകയാണ്. അവിടെ മമ്മൂട്ടി എന്നുള്ളൊരു നടനുണ്ട് എന്നറിഞ്ഞിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുണ്ണി മാഷ്, ആരോ പറഞ്ഞു കുഞ്ഞുണ്ണി മാഷിനോട്, മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ ഇവിടെ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിനുണ്ട്, KG ജോർജ് ചെയ്യുന്ന ഇലവങ്കോട് ദേശം എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിനുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് കുഞ്ഞുണ്ണി മാഷിന് തോന്നി അയാളെ ഒന്ന് കാണണമെന്ന്. ചെറുപ്പുളശ്ശേരിയിൽ അന്ന് മാഷിനൊരു മീറ്റിംഗ് ഉണ്ട്. ഒന്നു വിടാതെ സിനിമകളെല്ലാം കണ്ടിരുന്നൊരു കാലം മാഷിനുണ്ടായിരുന്നു ചെറുപ്പകാലത്ത്. മാഷ് നേരെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി. ഇവിടെ വരാമെന്ന് വിചാരിച്ചതല്ല, ഇവിടെ ഷൂട്ടിംഗ് നടക്കണമെന്ന് അറിഞ്ഞു. ഇയാളുണ്ടെന്നു. ആര്? ഇയാൾ മമ്മൂട്ടി. അപ്പം പിന്നെ കാണാതെ പോകാൻ പറ്റില്ല, അങ്ങനെ വന്നതാ. മമ്മൂട്ടിയെ ചൂണ്ടിക്കൊണ്ട് മാഷ് പറഞ്ഞതാണ്, ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഹൃദ്യമായ വേഷങ്ങൾ കാണിച്ച് ജീവിക്കണ ആളല്ലേ എന്ന് ചോദിച്ചു. കുഞ്ഞുണ്ണി കവിതകളിലൂടെ മാത്രം താനറിഞ്ഞ, തനിക്ക് പ്രിയപ്പെട്ട കവിയെ ആദ്യമായി നേരിൽ കണ്ട സന്തോഷം മമ്മൂട്ടിക്ക്.
ജീവിച്ചിരിക്കുന്ന ബഷീറിനെ അതേ കാലത്ത് തന്നെ ഒരു നടൻ അവതരിപ്പിക്കുകയാണേ. ബഷീറിനെ കണ്ട് പരിചയമുള്ള എന്നെപ്പോലെ ഒരാൾക്ക് ഒരു പേടിയുണ്ടായിരുന്നു, അതും ശരിയാവുമെന്ന്. എനിക്കിഷ്ടമായി, ബഷീറായിട്ട് മതിലുകളിൽ അഭിനയിച്ചത് ഇഷ്ടമായി എന്നാണ് പറയുന്നത്. ഒരു കണക്കിനല്ല, നമുക്ക് എത്ര ഭാഗ്യവാനെന്ന് ആലോചിച്ച് നോക്കൂ. വക്കം മുഹമ്മദ് ബഷീറിനെ പോലെ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹമായിട്ട് അഭിനയിക്കാൻ കഴിയുക, അദ്ദേഹം ആ സിനിമ കാണുക. OV വിജയനെ പോലെ, കുഞ്ഞുണ്ണി മാഷിനെ പോലെ, എന്താ പറയുക, നമുക്ക് സ്വപ്നത്തിൽ കാണാൻ പറ്റാത്ത ആൾക്കാരുമായി സൗഹൃദം സ്ഥാപിക്കുക. തീർച്ചയായിട്ടും സുഹൃതം ചെയ്ത ആൾ തന്നെയാണ് മമ്മൂക്ക. VJ ജോർജ് കുളങ്ങര എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയാം എന്നെനിക്കറിയില്ല. VJ ജോർജ് കുളങ്ങരയാണ് ലേബർ ഇന്ത്യ എന്ന് പറഞ്ഞ് ഒരു കാലത്ത് ഗൈഡുകൾ ഇറക്കിയിരുന്നത്. VJ ജോർജ് കുളങ്ങരയുടെ മകനാണ് സന്തോഷ് ജോർജ് കുളങ്ങര. ഇപ്പോൾ സഫാരി ചാനലും സഞ്ചാരം DVD ഒക്കെ ഇറക്കുന്ന ആൾ. അപ്പോൾ അദ്ദേഹം അവരുടെ ലേബർ ഇന്ത്യ വഴി മമ്മൂട്ടിയുടെ ഒരു പുസ്തകം ഇറക്കി, ചമയങ്ങളില്ലാതെ. അത് മമ്മൂട്ടിയുടെ തുടക്കകാലത്താണ്, സിനിമയിൽ വന്നിട്ട് 10 വർഷം കഷ്ടിച്ചായിട്ടുള്ളൂ, അപ്പോഴാണ് ആ പുസ്തകം ഇറക്കിയത്. ആ പുസ്തകം 120 രൂപ വിലയാണ്. എൻ്റെ കയ്യിലുണ്ട് ആ പുസ്തകം. ഞാൻ അന്നത്തെ കാലത്ത് 120 രൂപ ഉണ്ടാക്കാൻ പെട്ട പാട് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ VJ ജോർജ് കുളങ്ങര ആ പുസ്തകത്തിൽ ആമുഖത്തിൽ എഴുതുന്നു, വെറും സാധാരണ പശ്ചാത്തലത്തിൽ നിന്ന് നീരിലും നെരിപ്പിലും നടന്ന് മമ്മൂട്ടി കലയുടെ ലോകത്ത് തിളങ്ങി. കഠിന അധ്വാനത്തിലൂടെ നേടിയ വിജയം. സിനിമ മമ്മൂട്ടിക്ക് ലക്ഷ്യവും മാർഗവുമായിരുന്നു. ജീവിതം അതിനുവേണ്ടി സമർപ്പിച്ചു. വക്കീലായി പ്രാക്ടീസ് ചെയ്യുമ്പോഴും നാട്ടിൻപുറത്തെ സിനിമാശാലയ്ക്ക് വേണ്ടി ഓട്ടോറിക്ഷയിൽ മൈക്ക് കെട്ടി സിനിമാ പ്രചരണം നടത്തി 15 രൂപ പ്രതിഫലം പറ്റിയ ആ കലാപ്രേമി തൊഴിലിൻ്റെ പേരിൽ ജാട കാട്ടുന്ന നമ്മുടെ തലമുറയ്ക്ക് ഒരു പാഠമായിരിക്കും. ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കുക, ആ ലക്ഷ്യം നേടിയെടുക്കുവോളം അധ്വാനിക്കുക. അതാണ് ഉയർച്ചയിലേക്കുള്ള വഴി. ആ പടവുകൾ ചവിട്ടിക്കയറുമ്പോൾ ദുഃഖത്തിൻ്റെയും നിരാശയുടെയും അനുഭവങ്ങൾ ഉണ്ടാകാം. എങ്കിലും ശുഭാപ്തി വിശ്വാസത്തോടെ, നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് കുതിക്കുക. അതാണ് മനുഷ്യജീവിത ജൈത്രയാത്രയുടെ കഥ. ആ കഥയാണ് അഡ്വക്കേറ്റ് PA മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടിയുടെ കഥ. 1991 മമ്മൂട്ടി എന്ന നായക നടൻ്റെ ജീവിതകഥ ലേബർ ഇന്ത്യ പ്രസിദ്ധീകരിച്ച് ചമയങ്ങളില്ലാതെ എന്ന പുസ്തകത്തിനായി പ്രസാധകക്കുറിപ്പിൽ ലേബർ ഇന്ത്യയുടെ മാനേജിംഗ് എഡിറ്റർ VJ ജോർജ് കുളങ്ങര പ്രസാധകക്കുറിപ്പിൽ എഴുതിയ വരികളാണ് ഞാനീ പറഞ്ഞത്. R ഗോപാലകൃഷ്ണൻ, എൻ്റെ സുഹൃത്തായ ഫോട്ടോഗ്രാഫർ R ഗോപാലകൃഷ്ണനാണ് അതിൻ്റെ കവർ ചിത്രം എടുത്തതും ബുക്കിൻ്റെ ഡിസൈനും പ്രൊഡക്ഷനും ഒക്കെ നടത്തിയത്. ആർട്ട് വർക്കും ഒക്കെ ചെയ്തത് ഗോപാലകൃഷ്ണനാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 182 പേജുള്ള നല്ല പുസ്തകമാണ്, ഡെമ്മി 1/4. ആ പുസ്തകം അന്ന് 120 രൂപ വില, 80. അപ്പോൾ ആലോചിക്കുക, 40 വർഷം മുമ്പ് 120 രൂപ ഉണ്ടാക്കപ്പെട്ട പാട് എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാഞ്ഞിട്ടില്ല. ഈ പുസ്തകം ഞാനിപ്പോൾ മമ്മൂക്കയ്ക്ക് 73 വയസ്സ് തികഞ്ഞ കഥ പറഞ്ഞല്ലോ. 73-ാം വയസ്സ് തികഞ്ഞപ്പോൾ 40 വർഷം മുമ്പ് ഇറക്കിയ ലേബറിൻ്റെ ഇറക്കിയ ഈ ചമയങ്ങളില്ലാതെ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ ആദ്യത്തെ പുസ്തകം, അദ്ദേഹത്തെക്കുറിച്ചുള്ള ആദ്യത്തെ പുസ്തകം. ആ പുസ്തകം ഒരാവർത്തി കൂടി ഞാൻ വായിച്ചു നോക്കി. കാരണം കൂടെ ഞാനെടുത്ത് നോക്കാറുണ്ട് ആ പുസ്തകം. അപ്പോഴൊക്കെ എനിക്ക് ഫ്ലാഷ് ബാക്കുകളിലേക്ക് പോകാൻ പറ്റും. ഞാൻ എങ്ങനെ എവിടെ പോയി ഈ പുസ്തകം വാങ്ങി, പിന്നെ 120 രൂപ എങ്ങനെ സംഘടിപ്പിച്ചു എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. 1991 ചമയങ്ങളില്ലാതെ എന്നുള്ള ഈ ഡെമ്മി 1/4 പുസ്തകം ഇറങ്ങുമ്പോൾ അദ്ദേഹം ഒരു താരമായി കഴിഞ്ഞിരുന്നു. കൃഷ്ണ, യവനിക, പടയോട്ടം, ഈ നാട്, സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ്, കൂടെവിടെ, ആ രാത്രി, സന്ദർഭം, കാണാമറയത്ത്, ചക്കരയുമ്മ, അതിരാത്രം, അക്ഷരങ്ങൾ, അടിയൊഴുക്കുകൾ, നിറക്കൂട്ട്, കൗരവർ, യാത്ര, വാർത്ത, അരപ്പെട്ട് കിട്ടിയ ഗ്രാമത്തിൽ, സ്നേഹമുള്ള സിംഹം, ആവനാഴി, തനിയാവർത്തനം, ഒരു CBI ഡയറിക്കുറിപ്പ്, ആഗസ്റ്റ് 1, ഒരു വടക്കൻ വീരഗാഥ, 1921, ന്യൂഡൽഹി, കോട്ടയം കുഞ്ഞച്ചൻ, മതിലുകൾ, അയ്യർ ദ ഗ്രേറ്റ്, അമരം, നയം വ്യക്തമാക്കുന്നു തുടങ്ങി ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു പടം മോശമെന്ന് പറയാൻ പറ്റും? ഭാഗ്യം ചെയ്തവനാണ് മമ്മൂട്ടി. ഈ പറഞ്ഞ സൂപ്പർ ഹിറ്റ് സിനിമകൾ തിയേറ്ററുകളിലെത്തി നമ്മളെല്ലാം കണ്ട ശേഷമാണ്
അദ്ദേഹത്തിൻ്റെ ചമയങ്ങളില്ലാതെ എന്നുള്ള പുസ്തകം ഇറങ്ങിയത്. ഏതാണ്ട് 225 സിനിമകൾ അപ്പോഴേക്കും പുറത്തു വന്ന് കഴിഞ്ഞിരുന്നു. 11 വർഷം കൊണ്ടാണ് 225-ലധികം സിനിമകൾ മമ്മൂക്ക ചെയ്തത് എന്നത് അടിവരയിട്ട് ഓർക്കണം. ഇപ്പോൾ ടർബോ വരെ നോക്കുമ്പോൾ 44 വർഷത്തിനിടയിൽ അദ്ദേഹം 400 സിനിമകൾ പിന്നിട്ടു. ഈ പുസ്തകത്തിന് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ MK സാനു ഒരു നല്ല കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്ന എല്ലാ കുട്ടികളെയും ഒരു അധ്യാപകൻ ഓർക്കണമെന്നില്ല. ചിലർ തങ്ങളുടെ പ്രത്യേകത മൂലം മനസ്സിൽ തങ്ങി നിൽക്കും. ആ പ്രത്യേകത നല്ലതോ അല്ലാത്തതോ ആകാം. രണ്ട് നിലയ്ക്കും വ്യത്യസ്തത എന്ന ഗുണം അവരെ പലപ്പോഴും അവിസ്മരണീയരായി തീർക്കുന്നു. വിദ്യാർത്ഥികളെ ഓർമ്മിക്കുന്നതിൽ താരതമ്യേന വൈഭവം കൂടുതലുള്ള ഒരു വ്യക്തിയാണ് ഞാനെന്ന് തോന്നുന്നു. ആ നിലയ്ക്ക് പ്രശസ്തരും അപ്രശസ്തരുമായ അനേകം പേരെ തെരുവുകളിൽ വെച്ചോ ആൾക്കൂട്ടത്തിൽ വെച്ചോ ഞാൻ തിരിച്ചറിയാറുണ്ട്. പേര് ചിലപ്പോൾ ഞാൻ മറന്നുപോയെന്നിരിക്കും. ഇങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ തികച്ചും അവിസ്മരണീയനെന്ന് പറയാവുന്ന ഒരു വ്യക്തിയാണ് മമ്മൂട്ടി. ഒരു അധ്യാപകൻ, MK സാനു മാഷിനെ പോലെ ഒരു അധ്യാപകൻ ഇങ്ങനെ പറയുമ്പോൾ ഇതിലപ്പുറം എന്ത് വേണം മമ്മൂക്കയ്ക്ക് ഭാഗ്യത്തിന്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് 2 നിലകളിൽ മമ്മൂട്ടി തൻ്റെ വ്യക്തിത്വം പ്രകടമാക്കിയിരുന്നു. നാടകം മുതലായ കലാപ്രവർത്തനങ്ങളിൽ അത്യധികമായ ഉത്സാഹവും വൈഭവവും പ്രദർശിപ്പിച്ചു പോന്നു എന്നതാണ് ഒരു വശം. രണ്ടാമത്തെ വശമാകട്ടെ രസകരമായ കുസൃതിതരത്തിൻ്റെ ഉടമ എന്നതുമാണ്. കുസൃതിത്തരം തങ്ങി നിൽക്കുന്ന കണ്ണുകളുമായി വരാന്തയിലൂടെ നടന്നു പോകുന്ന മമ്മൂട്ടി എന്ന വിദ്യാർത്ഥി ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ സജീവമായുണ്ട്. മഹാരാജാസിൽ നിന്നും പോയതിനു ശേഷവും മമ്മൂട്ടിയെ കൂടെ ഞാൻ കാണാറുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം നിയമ വിദ്യാർത്ഥിയായിരുന്നു. വഴിയിൽ വെച്ച് കാണുമ്പോൾ എന്തെങ്കിലും കുശലം പറയും, ചിരിക്കും, പിരിയുകയും ചെയ്യും. പലപ്പോഴും നാടകത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഒരു നടനെന്ന നിലയ്ക്ക് മമ്മൂട്ടിയെ വാഗ്ദാനമായി അന്ന് തന്നെ ഞാൻ കണ്ടിരുന്നു. പലതരം ഭാവങ്ങൾ തന്മയത്വത്തോടു കൂടി ആവിഷ്കരിക്കാനുള്ള കഴിവ് അക്കാലത്ത് അങ്കുരാവസ്ഥയിൽ അദ്ദേഹത്തിൽ പ്രകടമായിരുന്നു. ആ നിലയ്ക്ക് കോളേജിൻ്റെ നാടകവേദിയിൽ അത്യധികം ശ്രദ്ധാർഹമായ വ്യക്തിത്വം ഭാവിയിൽ അദ്ദേഹം പ്രദർശിപ്പിച്ചേക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്നാൽ നാടകവേദിയേക്കാൾ അധികമായി സിനിമാ ലോകത്താണ് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ലഭിക്കാൻ പോകുന്നതെന്ന് അന്ന് ഞാൻ കരുതിയിരുന്നില്ല. വളരെ ചുരുക്കമായേ സാനുമാഷ് സിനിമ കാണാൻ തിയേറ്ററിൽ പോകാറുള്ളൂ. ചിലരുടെ അഭിനയം കാണാൻ നിർബന്ധ ബുദ്ധിയോടെ അദ്ദേഹം പോകാറുണ്ട്. ആ നിലയിൽ എന്നെ ഏറ്റവും അധികം വശീകരിച്ച വ്യക്തി മമ്മൂട്ടിയാണ് എന്നും സാനുമാഷ് പറയുന്നു. വടക്കം വീരഗാഥയിലെ ചന്തുവായും മതിലുകളിലെ ബഷീറായും മമ്മൂട്ടിയുടെ അതുല്യമായ അഭിനയ പാടവത്തിൻ്റെ മകുട ഉദാഹരണമായി മാഷ് ചൂണ്ടിക്കാട്ടുന്നു. തീർച്ചയായിട്ടും അജഗജാന്തര വ്യത്യാസമുള്ള 2 കഥാപാത്രങ്ങൾ രസകരമായി ചെയ്ത ആളാണ്. ഇതിനേക്കാൾ രസമാണ് വക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സുൽത്താൻ. ആലോചിച്ച് നോക്കൂ, അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ, ആ ലെജൻഡ് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ സ്ക്രീനിൽ അവതരിപ്പിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യം തന്നെയാണ്. ചമയങ്ങളില്ലാതെ സൂപ്പർ താരമായ മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുകയാണ് ആത്മകഥയിൽ എന്നാണ് വക്കം മുഹമ്മദ് ബഷീർ എഴുതി തുടങ്ങിയത്. ഞാനത് വായിച്ചിട്ടില്ല. ഞങ്ങൾ ഒന്നായതുകൊണ്ട് ഉമ്മിണി വലിയ മമ്മൂട്ടിയും ഉമ്മിണി വലിയ വക്കം മുഹമ്മദ് ബഷീറും. മതിലുകൾ അറിയാമല്ലോ, മതിലുകൾ എങ്ങും മതിലുകൾ. ഭാഷ, വേഷം, ആഹാരം, വിശ്വാസം, എവിടെയും മതിലുകൾ. ഹൃദയങ്ങളുടെ ഇടയിലും മതിലുകൾ. വക്കം മുഹമ്മദ് ബഷീറായി ജീവിച്ച് അഭിനയിച്ചിട്ടുള്ള ആളാണല്ലോ മമ്മൂട്ടി. അതിലും മമ്മൂട്ടി വിജയിച്ചു. മമ്മൂട്ടിയെപ്പറ്റി ഒരുപാട് പറയാനുണ്ട്, പക്ഷേ എനിക്ക് തീരെ സുഖമില്ല. കാല യവനികയ്ക്കുള്ളിൽ ഞാൻ മറയാറായി എന്ന് സാരം. പാവം അല്ലേ? ഈ കുറിപ്പ് നൽകി 3 വർഷം കഴിഞ്ഞപ്പോൾ 1994 ജൂലൈ 5 86-ാമത്തെ വയസ്സിൽ വക്കം സുൽത്താൻ വിട പറഞ്ഞു. മമ്മൂട്ടി ഇപ്പോഴും നല്ല പ്രസരിപ്പുള്ള യുവാവാണ്. 100% പുരുഷൻ, സുന്ദര പുരുഷൻ എന്ന് വേണം പറയാൻ. ചമയങ്ങളില്ലാതെ മമ്മൂട്ടി എന്നും വിജയിക്കട്ടെ. കരുണാമയനായ അല്ലാഹ് എല്ലാ സൗഭാഗ്യങ്ങളും കൊടുത്ത് മമ്മൂട്ടിയെ അനുഗ്രഹിക്കട്ടെ. മംഗളം. ബഷീറിൻ്റെ വാക്കുകൾ അനശ്വരമായി എന്ന് പറയാം. അദ്ദേഹം
യുവാവെന്ന് വിളിച്ച മമ്മൂട്ടി 33 വർഷം കഴിയുമ്പോഴും 73ാമത്തെ വയസ്സിലും ഇപ്പോഴും യുവാവായി നിൽക്കുന്നു എന്നുള്ളതാണ്. അതെനിക്ക് തോന്നുന്നു ഏതോ ഗുളിയ നിൽക്കുന്ന നേരത്തായിരിക്കാം വൈക്കം സുൽത്താൻ അങ്ങനെ പറഞ്ഞത്. അടുത്ത് ആ പുസ്തകത്തിൽ മമ്മൂട്ടിയെക്കുറിച്ച് സംസാരിക്കുന്ന അടൂർ ഗോപാലകൃഷ്ണ സാറാണ്. വൈക്കം ചന്ദ്രശേഖരൻ നായരും മറ്റും രൂപീകരിച്ച കൊച്ചിയിലെ ഫിലിം സൊസൈറ്റി ഉദ്ഘാടനം ചെയ്യാൻ ചെന്നതായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ. അന്ന് അവിടെ പ്രദർശിപ്പിച്ച സ്വയംവരം ഒരാവേശമായി കൊണ്ടു നടന്ന വിദ്യാർത്ഥി ജീവിതകാലമാണ് മമ്മൂട്ടിക്കുള്ളത്. ആർത്തിയോടെ കാത്തിരുന്ന് കണ്ടിരുന്ന സത്യജിത്രയുടെ ചിത്രങ്ങൾ, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ചിറങ്ങിയ നസറുദ്ദീൻ ഷാ, ഷബിന ആസ്മി തുടങ്ങിയവരെ പറ്റി മനസ്സിൽ സൂക്ഷിക്കുന്ന സ്നേഹാദരങ്ങൾ, പിന്നെ എം ടി വാസുദേവൻ നായരെയും കെ ജി ജോർജും പോലുള്ളവരോടുള്ള ആദരവും കറയറ്റ സ്നേഹവും കടപ്പാടും. ഇവർ രണ്ടുപേരോടും മമ്മൂട്ടി എന്ന മനുഷ്യൻ കെടാതെ സൂക്ഷിക്കുന്ന മനോഭാവമാണ് അടൂരിന് മതിപ്പ് ഉളവാക്കിയത്. കാരണം അവരുടെ ആബ്സെൻറ്റിൽ പോലും എം ടി സാറിനെ കുറിച്ചും കെ ജി ജോർജിനെ കുറിച്ചും ഇദ്ദേഹം സംസാരിക്കുന്നതാണ് അടൂരിനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ഒട്ടു ചില നടീനടന്മാർ അവരെ കൈപിടിച്ച് കൊണ്ടുവന്നവരെ തങ്ങൾ ഏതോ സ്ഥാനങ്ങളിലെത്തി എന്ന് സ്വയം തോന്നി തുടങ്ങുന്ന ആ നിമിഷം മുതൽ ഇടിച്ചു പറയാനും നിന്ദിക്കാനും തുടങ്ങുന്നത് കണ്ട് പകച്ചു നിന്നിട്ടുള്ളവരാണ് നമ്മളിൽ പലരും. അടൂർ അനന്തരത്തിൻ്റെ തിരക്കഥ പൂർത്തിയാക്കി. നടീനടന്മാരെ തീരുമാനിക്കുന്ന ഘട്ടം. നായകൻ അജയനായി അശോകൻ അഭിനയിക്കും എന്ന് അടൂർ ഉറപ്പിച്ചു. സുമയും നളിനിയുമായി ശോഭന. സ്നേഹസമ്പന്നനായ, സ്ഥിരോത്സാഹിയായ, താൻ മോഹിച്ചതൊക്കെ നേടിയെടുക്കുന്ന അസാധാരണ ഭാഗ്യവാനുമായ അജയൻ്റെ ജ്യേഷ്ഠൻ ഡോക്ടർ ബാലുവിൻ്റെ റോളിൽ അഭിനയിക്കാൻ മമ്മൂട്ടി വന്നാൽ നന്നായിരിക്കുമെന്ന് അടൂരിന് തോന്നി. ആ കഥാപാത്രത്തിന് ശോഭിക്കാനാകുമെങ്കിലും ചിത്രം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അജയന് ശേഷമേ ബാലുവിന് പ്രാധാന്യമുള്ളൂ. ഒന്നാം കിടയിൽ നിൽക്കുന്നൊരു നടനെ ഒരു രണ്ടാം നിരയിൽ നിൽക്കുന്ന കഥാപാത്രമായിട്ട് അഭിനയിക്കാൻ എങ്ങനെ ക്ഷണിക്കും എന്ന് അടൂരിനൊരു വിഷമം, അല്ലെങ്കിൽ ഒരു വൈഷമ്യം. മമ്മൂട്ടിക്ക് അടൂരിനൊപ്പം ഒരു ചിത്രത്തിലെങ്കിലും സഹകരിക്കാൻ താല്പര്യമുണ്ട് എന്ന വിവരം പൊതു സുഹൃത്തുക്കൾ വഴി അടൂർ മനസ്സിലാക്കിയിരുന്നു. എനിക്കൊരു പടത്തിലെങ്കിലും അടൂർ ഗോപാലകൃഷ്ണൻ്റെ പടത്തിൽ അഭിനയിക്കണമെന്ന് അദ്ദേഹം പലരോടും പറഞ്ഞിരിക്കാം. പ്രത്യേകിച്ച് അലിയാർ സാറിനെയൊക്കെ പോലുള്ള ആരോടെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാം. കാരണം അലിയാർ സാർ അടൂരിനും വേണ്ടപ്പെട്ട ആളാണ്. ആ ഉറപ്പിൽ മമ്മൂട്ടിയെ ബന്ധപ്പെട്ടു. റോൾ ഇത്തരത്തിലാണെന്നും പ്രതിഫലം നാമമാത്രമായിരിക്കുമെന്നും അടൂർ ആദ്യമേ തന്നെ പറഞ്ഞു. റോള് അശോകനാണ് പ്രധാന വേഷം. അശോകൻ്റെ അച്ഛനുണ്ട്, അശോകൻ്റെ വീട്ടിൽ 2 കുശിനി പണിക്കാരുണ്ട്, ശോഭന ചെയ്യുന്ന 2 ക്യാരക്ടറുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വരുന്നൊരു ക്യാരക്ടറാണ് ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്. ചെയ്യാമോ എന്ന് ചോദിക്കാനാണ് ചെന്നത്. അത് പറഞ്ഞു, കൂട്ടത്തിൽ പറഞ്ഞു, നാമമാത്രമായ ശമ്പളം തരാൻ കഴിയും, നിങ്ങളൊരു താരമൊക്കെ ആയി എന്ന് വിചാരിച്ച് വലിയ തുകയൊന്നും എനിക്ക് തരാൻ കഴിയില്ല എന്ന് ആമുഖമായി പറഞ്ഞു. അതിന് മമ്മൂട്ടി പറഞ്ഞ മറുപടി, പണമൊക്കെ ഞാൻ വേറെ ഉണ്ടാക്കിക്കൊള്ളാം, ഇത്തരം സംരംഭങ്ങളുമായി സഹകരിക്കാൻ എനിക്ക് കഴിയുക എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. ആ റോള് ചെറുതായി കൊള്ളട്ടെ, സാരമില്ല, പക്ഷേ ഭാവിയിൽ എന്തെങ്കിലും സാറിൻ്റെ ഒരു പടത്തിൽ എനിക്കൊരു ഉമ്മിണി വലിയ റോൾ ചെയ്യണം, യോജിച്ച റോളും അവസരവും വരട്ടെ, എനിക്കും അതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് അടൂര് ഉറപ്പ് നൽകി. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകൾ ആധാരമാക്കി ഒരു സിനിമ എടുക്കാൻ നിശ്ചയിച്ചപ്പോൾ തന്നെ അതിലെ നായകൻ ബഷീറിൻ്റെ റോളിൽ ആരെ വേണമെന്ന കാര്യത്തിൽ അടൂരിനധികം ആലോചിക്കേണ്ടി വന്നില്ല എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ബഷീറായി മമ്മൂട്ടിയോ എന്നും ഇനിയും തീർന്നിട്ടില്ലാത്ത സംശയങ്ങളും വിമർശനങ്ങളും ഈ കാസ്റ്റിങ്ങിനെ പറ്റി ഉണ്ടെങ്കിലും എനിക്ക് ഞാനെടുത്ത തീരുമാനം 100% ശരിയായിരുന്നു എന്ന വിശ്വാസമാണ് ഇന്നും അടൂരിനുള്ളത്. അടൂർ ആർക്കും തിരക്കഥ മുൻകൂർ വായിക്കാൻ കൊടുക്കില്ല. അടുത്തെടുക്കാൻ പോകുന്ന എന്താണ് സീൻ, അല്ലെങ്കിൽ ഈ സീനിൻ്റെ പ്രത്യേക ഒന്നുമില്ല, ഞാൻ പറയുന്ന പോലെ നിങ്ങളങ്ങ് ക്യാമറ മുമ്പിൽ ചെയ്താൽ മതി എന്നാണല്ലോ അടൂർ സാർ പറയാറ്. എന്നാൽ ആ പതിവ് തെറ്റിച്ച് മമ്മൂട്ടിക്ക് മതിലുകളുടെ തിരക്കഥ വായിക്കാൻ കൊടുത്തു. വായിച്ച മമ്മൂട്ടി ആവേശഭരിതനായി പറഞ്ഞത്, ഇങ്ങനെ ഒരു റോൾ ചെയ്യാൻ കഴിയുക എൻ്റെ ഭാഗ്യമാണ്, പ്രത്യേകിച്ച് കഥാകാരനും കഥാപാത്രവുമായ ബഷീർ ജീവിച്ചിരിക്കുമ്പോൾ. ഈ റോൾ നന്നാകാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും, കൈയും കാലും ഒടിക്കുന്നതൊഴിച്ച് എന്തും. ശരിക്കും ഒരു ചലഞ്ചാണിത് എന്നാണ് അഭിനയിക്കുന്നതിന് മുമ്പായിട്ട് മമ്മൂട്ടി പറഞ്ഞത്. അഭിനയത്തിൻ്റെ അടക്കിപ്പിടിച്ച ഊഷ്മളത,
ഈ ചിത്രത്തിൽ മമ്മൂട്ടി കാഴ്ചവെച്ചതായി പ്രശസ്ത ബ്രിട്ടീഷ് ചലച്ചിത്ര നിരൂപകൻ ഡെറിക് മാൽക്കം എഴുതിയിരുന്നു. പോപ്പുലർ സിനിമയിൽ മറ്റൊരു മുഖമുള്ള ഈ നടന് ഇതെങ്ങനെ സാധിച്ചു എന്ന് ഡെറിക് മാൽക്കം അക്കാലത്ത് ചോദിച്ചിരുന്നു. ആലോചിച്ച് നോക്കി, ഡെറിക് മാൽക്കത്തിനെ പോലെ ഒരു ബ്രിട്ടീഷ് പൗരനായ ഡെറിക് മാൽക്കം പോലും മതിലുകൾ കണ്ടിട്ട് അങ്ങനെ പറയണമെങ്കിൽ തീർച്ചയായിട്ടും അഭിനന്ദനീയമാണ്. രജനീകാന്തിൻ്റെ കൂടെ ഒരൊറ്റ സിനിമയിലല്ലേ മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ളൂ. ഹോളിവുഡ് നിലവാരമുള്ള ഒരു ആക്ഷൻ ത്രില്ലറായ ന്യൂഡൽഹി കണ്ടതിന് ശേഷം ഞാൻ മമ്മൂട്ടിയുടെ ഒരു ആരാധകനായി മാറി എന്നാണ് സാക്ഷാൽ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പറയുന്നത്. ദളപതി എന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടിയുമായി ആഴമുള്ള സൗഹൃദം മെനഞ്ഞെടുക്കാനും എനിക്ക് കഴിഞ്ഞു. ദളപതിയിലാണ് ഞങ്ങൾ ആദ്യമായി അഭിനയിക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവസാനത്തതും ദളപതി തന്നെയായിരുന്നു. കാരണം ഇപ്പോൾ ആ ജയിലറിലെ വില്ലൻ വേഷം, വിനായകൻ ചെയ്ത വേഷത്തിനെന്തോ മമ്മൂക്കയെ പ്രൊപ്പോസൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, ഇല്ല എന്നും പറയുന്നു. പക്ഷേ മമ്മൂക്കയോ രജനീകാന്തോ അത് തുറന്ന് പറഞ്ഞിട്ടുമില്ല. ഒരിക്കലും മറക്കാനാവാത്ത ഒട്ടേറെ മുഹൂർത്തങ്ങളും ഓർമ്മയിൽ മിഴിവോടെ തെളിഞ്ഞു നിൽക്കുന്ന നിരവധി അനുഭവങ്ങളും ദളപതിയുടെ സെറ്റിൽ വെച്ച് എനിക്ക് മമ്മൂട്ടിയിൽ നിന്നും നേടാൻ കഴിഞ്ഞു. മൗനം സമ്മതം എന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടി തമിഴിൽ വരുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. അതിനുശേഷം ദളപതിയിൽ മമ്മൂട്ടിയോടൊപ്പം അഭിനയിക്കാൻ കരാർ ചെയ്യപ്പെട്ടപ്പോൾ ഒരു പുത്തൻ അനുഭൂതിയാണ് എന്നിലുളവായത്. ദളപതിയിൽ ഞങ്ങൾ 43 ദിവസം ഒരുമിച്ച് പ്രവർത്തിച്ചു. മമ്മൂട്ടിയെപ്പോലെ അസാമാന്യ സാമർഥ്യമുള്ള ഒരു അഭിനേതാവിനെ ദേവ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ സാധിക്കൂ എന്നത് ഒരു സത്യമാണ്. ജെമിനി ഗാർഡൻസിൽ ഷൂട്ടിംഗ്. മഴ പെയ്യുന്ന ഒരു സീനിൽ മമ്മൂട്ടിയുടെ ദേവ കസേരയിൽ ചാരിക്കിടക്കുന്നു. ജനാലയ്ക്കൽ നിൽക്കുന്ന സേനാനായകനായ സൂര്യയെ കാണുമ്പോഴുണ്ടാകുന്ന ദേവയുടെ പ്രതികരണം അസാധാരണമായ അഭിനയത്തിലൂടെ മമ്മൂട്ടി ഉജ്ജ്വലമാക്കി. ദേവ മെല്ലെ എഴുന്നേറ്റ് ശരീരത്തിൽ പുതച്ചിരുന്ന തോർത്ത് വലിച്ചു മാറ്റിയിട്ട് ഇതാ പാര്, നല്ല പാര് എന്ന് ഡയലോഗ് മമ്മൂട്ടി പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ കോരിത്തെരിച്ചു പോയി. കാരണം ആരെയും വിസ്മരിപ്പിക്കുന്നതായിരുന്നു ആ അഭിനയം. ഇതേപോലെ പല രംഗങ്ങളിലും അദ്ദേഹം എന്നെ വിസ്മയപ്പെടുത്തി. ബ്രേക്ക് സമയത്ത് ഞാൻ അതിൻ്റെ രഹസ്യത്തെപ്പറ്റി മമ്മൂട്ടിയോട് ചോദിച്ചു. അനാവശ്യമായ അഭിനയം ഒരിക്കലും ഞാൻ കാണിക്കില്ല. നിത്യജീവിതത്തിൽ നാം കാണുന്നതിൽ കവിഞ്ഞ് ഒന്നും തന്നെ സിനിമയിൽ കാണിക്കേണ്ടതില്ല. ഇതായിരുന്നു രജനീകാന്തിന് മമ്മൂട്ടി കൊടുത്ത മറുപടി. നമ്മുടെ മലയാളത്തിലെ മമ്മൂക്ക മാത്രമല്ല, ക്യാമറയുടെ മുന്നിൽ കിടന്ന് അട്ടഹാസം കാണിക്കുന്ന തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി സിനിമകൾ കാണുമ്പോൾ മലയാളത്തിലെ ഒരു നടൻ അല്ലെങ്കിൽ ഒരു നടി ചെയ്യുന്ന ബിഹേവിങ് കാണുമ്പോൾ മഹാത്ഭുതം തോന്നുന്നു നമുക്ക്. പ്രത്യേകിച്ച് മമ്മൂക്കയും മോഹൻലാലും ഒക്കെ ക്യാമറയുടെ മുന്നിൽ ബിഹേവ് ചെയ്യാല്ലാതെ നമുക്ക് അഭിനയിക്കുന്നു തോന്നുമല്ലോ. മമ്മൂക്കയെ പഠിപ്പിച്ച പ്രശസ്ത നിരൂപക കൂടിയായ എം ലീലാവതി ടീച്ചർ അവരെ മമ്മൂക്കയെ കുറിച്ച് പറയുന്നു. മഹാരാജാസ് കോളേജിലെ എൻ്റെ ക്ലാസ് മുറിയിൽ നിന്ന് മലയാള സിനിമാ ലോകത്തെ കീഴടക്കാൻ പോന്ന ഒരു അഭിനയ പ്രതിഭ രൂപപ്പെട്ടു വന്നു എന്നത് സന്തോഷപൂർവമായ കാര്യമാണ്. പക്ഷേ ആ പ്രതിഭയെ രൂപപ്പെടുത്തുന്നതിൽ എനിക്കൊരു പങ്കുമില്ല. കുട്ടികളുടെ കലാപ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിനോ സംവിധാനം ചെയ്യുന്നതിനോ ഞാൻ പങ്കുകൊണ്ടിട്ടില്ല. അതെൻ്റെ തെറ്റു മാത്രമാണ്. മമ്മൂട്ടിയുടെ കാര്യത്തിൽ ഞാനത് പരിഹരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചില സിനിമകൾ കാണുന്നത് വഴിയാണ്. ഒരിക്കൽ സുഗതകുമാരിക്ക് ഒരു അവാർഡ് നൽകുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ മദുരാശിയിൽ പോയപ്പോൾ അവിടെ വച്ചാണ് ഞാൻ ഒരു വടക്കൻ വീരഗാഥ കണ്ടത്. ഒരു അഭിനേതാവ് എന്ന നിലയിൽ മമ്മൂട്ടി ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സിനിമ വീരഗാഥയാണെന്ന് എനിക്ക് തോന്നുന്നു. വേണ്ടത്ര സ്തോഭം മുഖത്ത് പ്രകടമാക്കി ദുരന്ത സാഹചര്യങ്ങളെ അതിതീവ്രമായി അവതരിപ്പിക്കാൻ മമ്മൂട്ടിക്ക് കഴിയുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. സ്തോഭ പ്രകടനങ്ങളെ സംബന്ധിച്ച് ഈ ഉൾക്കാഴ്ചയാണ് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ സമ്പത്താണെന്ന് ലീലാവതി ടീച്ചർ പറയുന്നു. വടക്കൻ വീരഗാഥയിൽ MG വരുത്തിയിട്ടുള്ള കഥയിലെ മാറ്റം അവിശ്വസനീയം തന്നെയാണ്. എന്നാൽ കാണികൾക്ക് വേണ്ടത്ര ബോധ്യം വരാതെ തകർന്ന് തരിപ്പണമാകാമായിരുന്ന ആ കഥാപാത്രത്തെ അതുല്യനായ മമ്മൂട്ടി വിശ്വാസയോഗ്യമായ വിധത്തിൽ അഭിനയിച്ച് അവതരിപ്പിച്ചു എന്നതാണ് ശ്രദ്ധേയം. ഏതെങ്കിലും വിഖ്യാത കഥാപാത്രത്തെ പ്രഖ്യാപിതമായിട്ടുള്ള ഇമേജിൽ അവതരിപ്പിക്കാൻ എളുപ്പമാണ്. നേരെ മറിച്ച് പ്രഖ്യാതമായ ഇമേജിന് ഘടകവിരുദ്ധമായ ഒന്ന് സൃഷ്ടിക്കാൻ അസാധാരണമായ സിദ്ധിയുള്ള ഒരു അഭിനേതാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് വടക്കൻ വീരഗാഥയിൽ
മമ്മൂട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. ആ വേഷത്തിൽ അഭിനയിക്കാൻ മമ്മൂട്ടിയെ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ വടക്കം വീരഗാഥ പരാജയപ്പെടുമായിരുന്നുവെന്നും ലീലാവതി ടീച്ചർ പറയുന്നു. മറ്റൊരു കാര്യം മമ്മൂട്ടിയുടെ ഉച്ചാരണ ശുദ്ധിയാണ്. വാക്കുകളുടെ വികാരങ്ങൾ പ്രകടമാക്കുന്ന രീതിയിൽ ഉച്ചരിക്കാൻ മമ്മൂട്ടിക്ക് കഴിയുന്നുണ്ട്. മറ്റൊന്ന് ടോണാണ്. വാക്കിനതീതമായി നിൽക്കുന്ന വാക്കാണ് ടോൺ. ലീലാവതി ടീച്ചർ ശിഷ്യനെക്കുറിച്ച് പറഞ്ഞതാണ്. മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിൽ എന്താ പറയുക, അവസരങ്ങൾക്ക് വേണ്ടി അന്വേഷണത്തിന് സഹായിച്ചത് ഷറഫുദ്ദീൻ എന്ന് പറയുന്ന ഒരു സുഹൃത്താണ്. ഷറഫുദ്ദീൻ ആരെന്ന് ചോദിച്ചാൽ കലാഭവൻ അൻസാറിൻ്റെ ജ്യേഷ്ഠൻ. അപ്പോൾ ഷറഫുദ്ദീനും മമ്മൂട്ടിയും കൂടി, ഷറഫുദ്ദീൻ ഉണ്ടായിരുന്ന ഒരു സ്കൂട്ടറിൽ എവിടെയെല്ലാം പോകാമോ അവിടെയൊക്കെ അവസരങ്ങൾ നേടി അന്വേഷിച്ച് പോയിട്ടുണ്ട്. പക്ഷേ മമ്മൂട്ടിയേക്കാൾ ഒരു പടി വേണമെങ്കിൽ സുന്ദരനായിരുന്നു ഷറഫുദ്ദീൻ. സിനിമയിൽ അഭിനയിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യം സിദ്ധിച്ചത് മമ്മൂട്ടിക്കായിരുന്നു. അങ്ങനെ സിനിമയിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്ന രീതിയിൽ രക്ഷപ്പെടില്ല എന്ന് സ്വയം ബോധ്യം തോന്നിയപ്പോൾ ഷറഫുദ്ദീൻ പതുക്കെ ഗൾഫിലേക്ക് കടന്നു കളഞ്ഞു. ആ ഷറഫുദ്ദീൻ മമ്മൂട്ടിയെ വിലയിരുത്തുന്നത് നടനാകാൻ ഇറങ്ങിത്തിരിച്ച കൂട്ടുകാരനായിരുന്നു മമ്മൂട്ടി. ഷറഫുദ്ദീനെ വേഗം അറിയാൻ ഞാൻ നേരത്തെ പറഞ്ഞു, കലാഭവൻ അൻസാറിൻ്റെ ജ്യേഷ്ഠനാണ്. ജെ.സി. സാർ തിരക്കഥ എഴുതി പി. വിജയൻ സംവിധാനം ചെയ്ത അഴിമുഖം അടക്കം നയം വ്യക്തമാക്കുന്നുവരെ 10 സിനിമകളിൽ ഷറഫുദ്ദീൻ അഭിനയിച്ചിട്ടുണ്ട്. ഈ അഴിമുഖത്തിലാണ് ആദ്യമായിട്ട് കൊച്ചിൻ ഹനീഫ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നത്. ഭാഗ്യപരീക്ഷണത്തിൽ നിൽക്കാതെ ഷറഫുദ്ദീൻ ഭാഗ്യം തേടി ഗൾഫിലേക്ക് ചേക്കേറി. മഹാരാജാസിൽ BA ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന ഷറഫുദ്ദീൻ്റെ കസിൻ ബഷീറിൻ്റെ ചങ്ങാതിയാണ് അതേ ക്ലാസ്സിൽ പഠിക്കുന്ന PA മുഹമ്മദ് കുട്ടി. ഷറഫുദ്ദീൻ അന്ന് കൊച്ചിൻ കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു. ഷറഫുദ്ദീൻ പറയുന്നത്, വളരെ മെലിഞ്ഞ പയ്യൻ, അലക്ഷ്യമായ എന്നാൽ ഏതോ ഭംഗി ഓർമ്മിപ്പിക്കുന്ന വസ്ത്രധാരണം, ആരെയും ആകർഷിക്കുന്ന വാഗ്ധോരണി. മമ്മൂട്ടി ഇടയ്ക്കിടെ ഷറഫുദ്ദീൻ്റെ വീട്ടിൽ രാത്രി ചെലവഴിക്കും. മമ്മൂട്ടി വിവാഹം കഴിച്ചപ്പോൾ കല്യാണ ഫോട്ടോകളൊക്കെ എടുത്തത് ഷറഫുദ്ദീനായിരുന്നു. ആ ഫോട്ടോകളിലൂടെ ഷറഫുദ്ദീൻ ഒരു കാര്യം മനസ്സിലാക്കി, ഉഗ്രൻ ഗ്ലാമർ ഓരോ പോസ്റ്റിലും. മമ്മൂട്ടിയുടെ വിവാഹ ഫോട്ടോകൾ നോക്കിയപ്പോൾ ഷറഫുദ്ദീന് തോന്നിയതാണത്. MGRൻ്റെ ഒരു ചിത്രം പോലും വിടാതെ കാണുന്ന ആളായിരുന്നു അക്കാലത്ത് മമ്മൂട്ടി. തല നിറയെ സിനിമയായിരുന്നുവെന്നും ഷറഫുദ്ദീൻ പറയുന്നു. മേള നടക്കുന്ന സർക്കസ് കൂടാരത്തിൽ ചാൻസ് തേടി ഇരുവരും കൂടി പോയി. ഭാഗ്യം തുണച്ചത് മമ്മൂട്ടിയെ. മേളയിൽ കുതിരപ്പുറത്ത് അഭ്യാസങ്ങൾ കാണിക്കുന്ന കഥാപാത്രമായിരുന്നു തിരക്കഥയിൽ എഴുതി വച്ചിരുന്നത്. കുതിരസവാരി അപകടമാണെന്ന ബോധ്യത്തിൽ KG ജോർജിനോട് മമ്മൂട്ടി ചോദിച്ചു, സർ, പകരം ഒരു ബൈക്ക് ജമ്പറായാലോ? ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ചോദിക്കുമോ? ജോർജ് സാറായോണ്ടായിരിക്കും അത് സമ്മതിച്ചത്. KG ജോർജ് സമ്മതിച്ചു. അന്ന് ബൈക്ക് ഓടിക്കാനും മമ്മൂട്ടിക്ക് അറിയില്ലായിരുന്നു എന്നത് മറ്റൊരു രഹസ്യം. ഗൾഫിലേക്ക് പോകും മുമ്പ് ഷറഫുദ്ദീൻ മമ്മൂട്ടിയോട് പറഞ്ഞു, ഞാൻ സൗദിയിൽ നിന്ന് ലീവിന് വരുമ്പോൾ നിന്നെ നേരിൽ കാണുന്നതിന് മുമ്പ് ഞാൻ നിൻ്റെ പോസ്റ്റർ കാണും എന്ന് പറഞ്ഞിട്ടാണ് ഷറഫുദ്ദീൻ സൗദിക്ക് പറഞ്ഞത്. പ്രവചനം തെറ്റിയില്ല. കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങി വീട്ടിലേക്ക് ഷറഫുദ്ദീൻ പോകുമ്പോൾ തോപ്പുംപടിയിൽ KG ജോർജിൻ്റെ യവനികയുടെ പോസ്റ്ററിൽ മമ്മൂട്ടി അങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നു. ഇതാണ് ഷറഫുദ്ദീനുള്ള ഓർമ്മ. ഇപ്പോൾ വിൽക്കാൻ്റെ സ്വപ്നങ്ങളിൽ തുടങ്ങിയെങ്കിലും മമ്മൂട്ടിയുടെ വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിച്ച മറ്റൊരാളാണ് KG ജോർജ്. അതിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിൻ്റെ മേളയായാലും ശരി, അദ്ദേഹത്തിൻ്റെ യവനികയായാലും ശരി, ശ്രദ്ധേയമായ വേഷങ്ങളല്ലേ മമ്മൂട്ടി കൊടുത്തത്. ജോർജ് സാർ പറയുന്നത്, കൂത്തുപറമ്പിൽ മേളയുടെ ചിത്രീകരണം വേഗത്തിൽ പുരോഗമിക്കുന്നു. മേളയിൽ അഭിനയിക്കുകയും അതിൻ്റെ പ്രൊഡക്ഷൻ മാനേജറുടെ പണിയും ചെയ്തയാളാണ് ഇന്നത്തെ പ്രശസ്തനായ നടനും സംവിധായകനുമൊക്കെ ആയ സകലകലാവല്ലഭനായ ശ്രീനിവാസൻ. മേളയിൽ മോട്ടോർ സൈക്കിളിസ്റ്റായിട്ട് ഒരു വേഷമുണ്ട്. വിൽക്കാൻ്റെ സ്വപ്നങ്ങളിൽ ഒരു വേഷം ചെയ്ത മഞ്ചേരിയിൽ അഭിഭാഷകനായ ഒരു പുതുമുഖമുണ്ട്. ഈ വേഷത്തിന് ചേരും, എൻ്റെ പരിചയക്കാരനാണ് എന്ന് പറഞ്ഞത് ശ്രീനിവാസനാണ് KG ജോർജിനോട്. മേളയുടെ ടെൻറ്റിലെ സീനുകൾ എടുക്കാൻ എറണാകുളത്ത് ഗ്രേറ്റ് റെയ്മണ്ട് സർക്കസ് കൂടാരത്തിൽ പോകുമ്പോൾ പരിചയപ്പെടുത്താമെന്നും ശ്രീനിവാസൻ KG ജോർജിനോട് പറഞ്ഞു. കൊച്ചിയിൽ ചിത്രീകരണം ആരംഭിച്ചപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞ ചെറുപ്പക്കാരൻ കൂട്ടുകാരൻ ഒരു ഷെറഫ് എന്ന് പറയുന്ന ആളുമായി എത്തി. ഒറ്റ നോട്ടത്തിൽ തന്നെ എൻ്റെ കഥാപാത്രത്തിന് വേണ്ട ആകാരം, ശാരീരികമായ യോഗ്യത ഇയാൾക്കുണ്ടെന്ന് എനിക്ക് ബോധ്യം വന്നു എന്നാണ് ജോർജ് സാർ പറയുന്നത്. ഞങ്ങളുടെ പരിചയപ്പെടലും ചെറിയ വർത്തമാനങ്ങളും കഴിഞ്ഞ് മേളയിൽ മമ്മൂട്ടിക്ക് ഒരു റോൾ കൊടുക്കാമെന്ന് KG ജോർജ് സമ്മതിച്ചു. എല്ലാ ദിവസവും മമ്മൂട്ടിയും
ഷറഫുദ്ദീനും വന്ന് സർക്കസ് കൂടാരത്തിൻ്റെ അവിടെയും ഇവിടെയൊക്കെ നിൽക്കും. ജോർജ് സാറിനെ കാണാൻ പറ്റുന്ന തരത്തിൽ ജോർജ് സാർ കാണണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനായിട്ട് ഷൂട്ട് നടക്കുന്നതിൻ്റെ അവിടെയും ഇവിടെയൊക്കെ ഈ കൂട്ടുകാരന്മാർ രണ്ടും കൂടെ വന്ന് നിൽക്കുമായിരുന്നു. ഒരു തുടക്കക്കാരൻ എന്ന നിലയിലുള്ള ചില പോരായ്മകളൊക്കെ അന്ന് മമ്മൂട്ടിയുടെ അഭിനയത്തിലുണ്ടായിരുന്നു. പക്ഷേ ഈ കുറവുകളെ പരിഹരിക്കുന്ന രീതിയിലുള്ള ഒരുതരം ആത്മാർത്ഥത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്, അന്നേ ഉണ്ടായിരുന്നു എന്നാണ് ജോർജ് സാർ പറയുന്നത്. മോട്ടോർ സൈക്കിൾ അഭ്യാസി എന്ന റോളിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, താൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന രംഗത്തിൻ്റെ എല്ലാ വശങ്ങളും പഠിക്കാനും അതിനുവേണ്ടി എന്തും ബലി കൊടുക്കാനുള്ള ഒരു സന്നദ്ധത, തികഞ്ഞ ആത്മാർത്ഥത മമ്മൂട്ടിക്കുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ മലയാള സിനിമയുടെ അകവശമെന്ന് പരിശോധിച്ച് നോക്കിയാൽ നൂറുകണക്കിന് പുതുമുഖങ്ങൾ അതിലൂടെ കടന്നു പോയിട്ടുള്ളത് നമുക്ക് കാണാം. എന്നാൽ വിവരമുള്ള, ബുദ്ധിയുള്ള ഒരു നടൻ വളരെ അപൂർവമായേ നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിട്ടുള്ളൂ. അങ്ങനെ അപൂർവമായി നമുക്ക് ലഭിച്ച ഒരു നടനാണ് മമ്മൂട്ടി. ഒരു നടൻ എന്ന നിലയിൽ സംവിധായകൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ശേഷി മമ്മൂട്ടിക്കുണ്ട്. അതിനാലാണ് യവനികയ്ക്ക് ശേഷം ധാരാളം സിനിമകളിൽ ഇൻസ്പെക്ടറായി മമ്മൂട്ടി അഭിനയിച്ചിട്ടും യവനികയിലെ ഇൻസ്പെക്ടർ അതിൽ നിന്നൊക്കെ ഭിന്നമായിരിക്കുന്നത്. ഏത് തരം സിനിമയാണ് എന്നതനുസരിച്ചാണ് അഭിനയം നിശ്ചയിക്കുന്നത് മമ്മൂട്ടി എന്നാണ് KG ജോർജ് പറയുന്നത്. അതായത് KG ജോർജിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്ന പോലെയല്ല IV ശശിയുടെ സിനിമയിൽ അഭിനയിക്കുന്നത്. IV ശശിയുടെ കഥാപാത്രം പോലെയല്ല ഭരതൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നത്. അത് ഓരോ സംവിധായകരും എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് മമ്മൂട്ടിക്ക് ഭംഗിയായിട്ട് അറിയാം എന്നാണ് ജോർജ് സാർ പറഞ്ഞു വയ്ക്കുന്നത്. അടുത്ത് പറയുന്ന സ്റ്റോറി സൂപ്പർ ഹിറ്റ് ഡയറക്ടറായ IV ശശി പറയുന്നതാണ്. ഞാനും മമ്മൂട്ടിയും തമ്മിലുള്ള ബന്ധത്തിൽ ഇണക്കവും പിണക്കവുമുണ്ട്, തമാശകളും അത്ഭുതങ്ങളുമുണ്ട്. അതിലെ തമാശ നിറഞ്ഞ ഒരു അത്ഭുതത്തെക്കുറിച്ച് പറയാം. അമേരിക്ക എന്ന പടത്തിൻ്റെ ചിത്രീകരണത്തിനായി അമേരിക്കയിലായിരുന്നു IV ശശിയും മമ്മൂട്ടിയും സംഘവും. മമ്മൂട്ടിക്ക് അവിടെ ധാരാളം സുഹൃത്തുക്കളുള്ളതിനാൽ ഡോളറിന് പഞ്ഞമില്ല. എന്നാൽ മറ്റുള്ളവരുടെ പക്കൽ ഡോളറില്ല. അതുകൊണ്ട് മമ്മൂട്ടി അമേരിക്കയിലെ കൺകണ്ട ദൈവമായി വിലസി നടക്കുകയായിരുന്നു. കൂടെ പോയ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും വായ്പ കൊടുക്കുന്ന ഒരു ലോക ബാങ്കായി മാറി മമ്മൂട്ടി. ഒരു ദിവസം ഞങ്ങളെല്ലാവരും കൂടി ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി. IV ശശി, ലക്ഷ്മി, സീമ, മമ്മൂട്ടി, പ്രതാപത്തൻ, ഈ 5 പേർ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നു. മെനു കാർഡ് നോക്കി. വിചിത്രങ്ങളായ എന്തൊക്കെയോ പേരുകൾ എഴുതി വച്ചിരിക്കുന്നു. ഇതിനിടയിൽ മമ്മൂട്ടി എന്തോ അദ്ദേഹത്തിന് വേണ്ടത് ഓർഡർ ചെയ്തു. മെനു കാർഡിൽ നോക്കി എന്തൊക്കെയോ ബാക്കി 4 പേർ ഓർഡർ ചെയ്തു. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ച ആളാണ് പ്രതാപത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതിൽ എഴുതിയിരിക്കുന്നതൊക്കെ ഭംഗിയായിട്ട് മനസ്സിലാവും. അദ്ദേഹവും IV ശശിയും സീമയും ലക്ഷ്മിയും എന്തൊക്കെയോ അതിൽ കണ്ട പടങ്ങളൊക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്തു. കേൾക്കാൻ തന്നെ രസമുള്ള പേരുകൾ നോക്കിയാണ് ഞങ്ങൾ ഭക്ഷണം ഓർഡർ ചെയ്തത്. ഓർഡർ കൊടുത്ത് സ്വപ്നം കണ്ടിരുന്നു 4 സംഘം. ഒടുവിലതാ ബേറർ ട്രെയിൽ സാധനങ്ങളുമായി എത്തി. ആർത്തിയോടെ മൂടികൾ തുറന്നു. കരഞ്ഞുപോയി എന്ന് പറയാമെന്നാണ് IV ശശി പറയുന്നത്. ചാണകം കലക്കിയ പോലെ എന്തൊക്കെയോ സാധനങ്ങൾ. മിഴിച്ച കണ്ണുമായി IV ശശി മമ്മൂട്ടിയെ നോക്കിയപ്പോൾ ആശാൻ ഒന്നും അറിയാത്ത ഭാവത്തിൽ റോസ്റ്റ് ചെയ്ത മുഴുത്ത കൊഞ്ചും ഞണ്ടുമൊക്കെ വലിച്ചു വാരി കടിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കിപ്പോഴും ഒരത്ഭുതമാണ് ഭക്ഷണത്തെക്കുറിച്ച് മമ്മൂട്ടിക്ക് ഇത്ര ജ്ഞാനം എവിടെ നിന്നാണ് ലഭിച്ചത്. എവിടെ പോയാലും മമ്മൂട്ടിയുടെ കൂടെ ഇരുന്നാൽ നല്ല ഭക്ഷണം കഴിക്കാം. IV ശശി തൃഷ്ണ എന്ന സിനിമ ചെയ്യുന്ന സമയം പ്രധാന വേഷത്തിൽ ഒരു നടനെ വെച്ച് എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ട് തൃപ്തി വരുന്നില്ല ആ നടൻ്റെ പ്രകടനത്തിൽ. ബാബു നമ്പൂതിരിയായിരുന്നു ആ വേഷം ചെയ്തത്. ഒടുവിൽ മനസ്സുമടുത്ത് എല്ലാം കെട്ടിപ്പറക്കി പരിപാടി അവസാനിപ്പിച്ച് പോകാൻ തീരുമാനിച്ചു. ഇനി എന്താണ് ചെയ്യുക? അങ്ങനെ ഒരു അനിശ്ചിതാവസ്ഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മമ്മൂട്ടിയെ IV ശശി ഓർത്തു. 2-3 സിനിമകളിൽ IV ശശിയെ കണ്ടിട്ടുണ്ട്. തൃഷ്ണയിലെ കൃഷ്ണദാസ് ആകാൻ മമ്മൂട്ടിയെ നിശ്ചയിച്ചു. ഇപ്പോൾ പിടിച്ച പുലിവാലിനേക്കാൾ വലുതായിരിക്കും ആ തീരുമാനമെന്ന് IV ശശിയോട് ആ സെറ്റിലുള്ള ഒരാൾ പറഞ്ഞു. അയാളെ വയ്ക്കരുത്, ബാബു നമ്പൂതിരിയെ വെച്ചതിനേക്കാൾ തലവേദനയാവും, അയാളെ വച്ചാൽ നന്നാവില്ല എന്ന് ആരോ പറഞ്ഞു. എന്തായാലും ഒന്ന് പരീക്ഷിക്കാൻ IV ശശി തീരുമാനിച്ചു. അക്കാലത്ത് ക്ഷിപ്രകോപിയാണ് IV ശശി. പെട്ടെന്ന് ദേഷ്യം വരും. ഏതാണ്ട് എല്ലാ പുതുമുഖങ്ങൾക്കും IV ശശിയുടെ അടി വാങ്ങാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്.
ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ താരമായി മാറിയ ശ്രീദേവി പോലും ഐ വി ശശിയുടെ ചീത്ത വാക്കുകളും കേട്ടിട്ടുണ്ട്, അടിയും വാങ്ങിയിട്ടുണ്ട്. ഐ വി ശശി വിളിക്കുന്ന ഏറ്റവും വലിയ തെറി വാക്ക് എന്ന് പറയുന്നത് കഴുതക്കുട്ടി എന്ന് വിളിക്കുന്നതാണ്. മമ്മൂട്ടി എത്തി 2-3 സീനുകൾ ചിത്രീകരിച്ചു. ഐ വി ശശിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇയാൾ കൊള്ളാമല്ലോ, ഇയാളുടെ പക്കൽ എന്തോ ഉണ്ടല്ലോ എന്ന് തോന്നി. ഐ വി ശശി ഓക്കെ പറഞ്ഞു. അതുവരെ നായകനായിട്ടില്ലാത്ത മമ്മൂട്ടി തൃഷ്ണയിലെ നായകനായി. തൻ്റെ കയ്യിൽ നിന്നും തല്ലോ തെറിയോ വാങ്ങാത്ത ആദ്യത്തെ പുതുമുഖമായി മമ്മൂട്ടി. ഇക്കാര്യം മമ്മൂട്ടിയുടെ തോളിൽ തട്ടി ഐ വി ശശി പറഞ്ഞപ്പോൾ കൊടൈക്കനാലിൻ്റെ തണുപ്പിലും മമ്മൂട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞു. കാണാമറയത്ത് ചിത്രീകരിക്കും മുമ്പ് പത്മരാജനിൽ നിന്നും മമ്മൂട്ടി തിരക്കഥ വായിച്ചിരുന്നു. ഒരു സീനിലെ ചിത്രീകരണത്തിൽ സംഭാഷണത്തിൽ കന്യാസ്ത്രീ എന്ന വാക്ക് ഉച്ചരിക്കുന്നതിൽ പ്രശ്നമായി. ഐ വി ശശി പറയുന്നത് പോലെയല്ല മമ്മൂട്ടി പറയുന്നത് ഐ വി ശശി അംഗീകരിക്കുന്നില്ല. ഐ വി ശശി ആവശ്യപ്പെട്ട തരത്തിൽ മമ്മൂട്ടി ഡയലോഗ് പറഞ്ഞില്ല. അത് സ്ക്രിപ്റ്റ് എഴുതിയ പത്മരാജൻ പറയുന്നത് പോലെ പറയുന്നതാവും നല്ലതെന്ന് മമ്മൂട്ടി പറഞ്ഞു. ഐ വി ശശിയോട് പറഞ്ഞു, നിങ്ങൾ പറയും പോലെ, സാർ പറയുന്ന പോലെ, താങ്കൾ പറയുന്ന പോലെ അല്ല, പത്മരാജൻ പറയുന്ന പോലെ പറയുന്നതായിരിക്കും ശരി എന്ന് പറഞ്ഞു. ഐ വി ശശിക്ക് ആ പറഞ്ഞത് ഇഷ്ടമായില്ല. സംവിധായകനായ തന്നെ ഇൻസൾട്ട് ചെയ്തതായി തോന്നി. നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കായാലും തോന്നാം. ദേഷ്യം തിളച്ചു മറിഞ്ഞു. കയ്യിലിരുന്ന സ്ക്രിപ്റ്റ് ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഐ വി ശശി നടന്നു. പോകും വഴി താനിനി പത്മരാജനോട് സംസാരിച്ചാൽ മതിയെന്നും ഐ വി ശശി പറഞ്ഞു. 3 മണിക്കൂർ ചിത്രീകരണം നിലച്ചു. മമ്മൂട്ടി ഐ വി ശശിയുടെ അരികിലെത്തി. ആ ഡയലോഗിൻ്റെ ടോൺ പത്മരാജൻ പറഞ്ഞു തന്നിരുന്നു. അതാ അങ്ങനെ പറഞ്ഞതെന്ന് വിശദമാക്കി. അവിടെ കഴിഞ്ഞു. ആ പിണക്കം അവിടെ തീർന്നു. ഇൻസ്പെക്ടർ ബൽറാമിൻ്റെ സെറ്റ് 25 ദിവസം കഴിഞ്ഞു. വീട്ടിൽ പോയിട്ട് 25 ദിവസം കഴിഞ്ഞു. ഐ വി ശശി വീട്ടിലെ വിചാരങ്ങൾ, കുട്ടികളെ കാണാനുള്ള കൊതി, കലശലായ വയറുവേദന, ഇതൊക്കെ കൊണ്ട് ഐ വി ശശി സെറ്റിൽ വലിയ ടെൻഷനിലായിരുന്നു. മമ്മൂട്ടി ഇടയ്ക്കിടെ വീട്ടിൽ പോയി ഹാപ്പി ആയിട്ട് മടങ്ങി വരും. എന്തോ കാരണത്താൽ പരസ്പരം ഉടക്കി. ഷൂട്ട് നിർത്തി ഐ വി ശശി റൂമിലേക്ക് പോയി. എന്തിനാ വെറുതെ വഴക്കിട്ടതെന്ന് റൂമിൽ ചെന്ന ശേഷം ഐ വി ശശി ആലോചിച്ചു. നാളെ സെറ്റിൽ എന്ത് പറയും, മമ്മൂട്ടി എന്ത് കരുതിയിട്ടുണ്ടാവും. പിറ്റേന്ന് സെറ്റിലെത്തിയ ഐ വി ശശി ജീവിതത്തിൽ ആദ്യമായി മമ്മൂട്ടിയോട് സോറി പറഞ്ഞു. 100 മലയാള സിനിമകൾ ചെയ്ത ഐ വി ശശിയുടെ 37 ചിത്രങ്ങളിൽ മമ്മൂട്ടി നായകനായി. തൃഷ്ണ, ഈ നാട്, അതിരാത്രം, അടിയൊഴുക്കുകൾ, കാണാമറയത്ത്, കരിമ്പിൻ പൂനക്കരെ, വാർത്ത, ആവനാഴി, 1921, മൃഗയ, മുക്തി, ഇതൊക്കെ ഐ വി ശശിയും മമ്മൂട്ടിയും കൂടി ചെയ്ത പ്രശസ്തമായ സിനിമകളായിരുന്നു. അടുത്ത് പറയാനുള്ളത് ജോഷി സാർ പറഞ്ഞതാണ്. ജോഷി സാർ അങ്ങനെ ആരെപ്പറ്റി ഒന്നും പറയാത്ത ആളാണ്. 1981 പ്രസാദ് ഡബ്ബിംഗ് തിയേറ്ററിൻ്റെ മുറ്റത്ത് വെച്ചാണ് ജോഷി സാർ ആദ്യമായി മമ്മൂട്ടിയെ പരിചയപ്പെടുന്നത്. ഒരു മെലിഞ്ഞ ചെറുപ്പക്കാരൻ മേളയിൽ അഭിനയിച്ചിട്ടുണ്ട്. ജോഷി സാറിനെ കണ്ടിടാൻ മമ്മൂട്ടി പറഞ്ഞാണ്, സാർ ഞാൻ മേളയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അറിയാം, നിങ്ങളെ ഞാൻ പോസ്റ്ററിൽ കണ്ടിട്ടുണ്ട് എന്ന് ജോഷി സാർ പറഞ്ഞു. അപ്പോൾ മൂർഖൻ പോലുള്ള സിനിമ, അല്ലെങ്കിൽ ഇതിഹാസം പോലെ, ആരംഭം പോലെ സൂപ്പർ ഹിറ്റുകളായ സൂപ്പർ താരങ്ങൾ വെച്ചെടുത്ത സിനിമകൾ എടുക്കുന്ന സമയമാണ് ജോഷി സാർ. അപ്പോൾ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ മേളയിൽ അഭിനയിച്ചിട്ടുണ്ട്, അറിയാം, നിങ്ങളെ ഞാൻ പോസ്റ്ററിൽ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഒരിക്കൽ AVM സ്റ്റുഡിയോയിൽ വെച്ചും കണ്ടു. മറ്റു പലരും കാണുമ്പോൾ ചാൻസ് തേടും, പക്ഷേ മമ്മൂട്ടി ചോദിച്ചില്ല. ഒരിക്കൽ ജൂബിലിയുടെ ജോയ് തോമസ്, അദ്ദേഹം ഈ തമിഴ് പടങ്ങളൊക്കെ എടുത്ത് വിതരണം ചെയ്തുകൊണ്ടിരുന്ന, സെക്കൻഡ്സ് പടങ്ങളൊക്കെ എടുത്ത് വിതരണം ചെയ്തുകൊണ്ടിരുന്ന കാലമാണ്. അദ്ദേഹം നിർമ്മാതാവായിട്ടില്ല. അദ്ദേഹത്തിന് തോന്നി ഒരു മലയാള സിനിമ നിർമ്മിച്ചാലോ. വേറെ ആരെയും ചിന്തിച്ചില്ല. അദ്ദേഹം നേരെ ജോഷി സാറിനോട് തിരക്കി, ഒരു സിനിമ ചെയ്താലോ, അത് നമുക്ക് ഇപ്പോൾ പുതിയൊരു പയ്യൻ വന്നിരിക്കുന്നില്ലേ മമ്മൂട്ടി, അയാളെ നായകനാക്കിക്കൊണ്ട് നമുക്കൊരു സിനിമ ചെയ്താലോ എന്ന് ചോദിച്ചു. നോക്കാം എന്ന് ജോഷി സാർ മറുപടി പറഞ്ഞു. കല്ലൂർ ഡെന്നീസിൻ്റേതായിരുന്നു തിരക്കഥ. മമ്മൂട്ടി നായകൻ, ബേബി അഞ്ജു മകളായിട്ട് അഭിനയിച്ചു. അതേ ബേബി അഞ്ജു അതേ ജോഷി സാറിൻ്റെ കൗരവർ എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂട്ടിയുടെ ഭാര്യയായിട്ടും അഭിനയിച്ചു. ആ രാത്രി വലിയ ഹിറ്റായി മാറി. പിന്നെ മമ്മൂട്ടിയുടെ ചിത്രങ്ങളൊക്കെ ജോഷി ചെയ്യുന്ന സിനിമകളായി മാറി. നിറക്കൂട്ട് കൊല്ലത്ത് ചിത്രീകരിക്കുന്നു. 3-4 സിനിമകളിൽ ഒരേ സമയം മമ്മൂട്ടി അഭിനയിക്കുന്ന കാലം. ഓരോ സെറ്റിലും മമ്മൂട്ടി എത്തുന്നത് വെളുപ്പിനോ പാതിരാത്രിക്കോ ആയിരിക്കും. വർക്ക് കഴിഞ്ഞാൽ സ്വയം കാറോടിച്ച് കൊച്ചി വീട്ടിലേക്ക് പറക്കും. പിറ്റേന്ന് കൃത്യസമയത്ത് പറയുന്ന സമയത്ത് തന്നെ തിരിച്ചു വരികയും ചെയ്യും. പോലും ഇല്ലാതെ, ഉറക്കമില്ലാതെ പറക്കുകയായിരുന്നു. നിറക്കൂട്ടിലെ ഒരു പാട്ട് സീൻ ചിത്രീകരിക്കുകയാണ്. മമ്മൂട്ടിയെ കട്ടിൽ കെട്ടിയിട്ടിരിക്കുന്നു. എടുക്കാൻ പോകുന്ന ഷോട്ട് ജോഷി
വിശദീകരിക്കുന്നതിനിടയിൽ കട്ടിൽ കിടന്ന മമ്മൂട്ടി ഭംഗിയായിട്ട് കൂർക്കം വലിച്ചങ്ങ് ഉറങ്ങി. പലവട്ടം വിളിച്ചിട്ടും ഉണർന്നില്ല. തന്നെ അവമാനിക്കുകയാണെന്ന് ജോഷി സാറിന് തോന്നി. അദ്ദേഹം പാക്കപ്പ് പറഞ്ഞു പോയി. പ്രേം നസീർ, മധു, സോമൻ, സുകുമാരൻ, ജയൻ തുടങ്ങിയവരെയൊക്കെ വച്ച് സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അവരെയൊക്കെ അഭിനയിപ്പിച്ചിട്ടുള്ള എനിക്ക് ഇത് ആദ്യത്തെ അനുഭവമാണെന്ന് ജോഷി സാറിന് തോന്നി. ഹോട്ടൽ മുറിയിലേക്ക് മമ്മൂട്ടി കയറി ചെന്നു. സോറി, ഞാൻ മനഃപൂർവ്വം ഉറങ്ങിയതല്ല, അറിയാതെ ഉറങ്ങിപ്പോയതാണ് എന്നായി മമ്മൂട്ടി. പാവം, ഉറക്കക്ഷീണം കൊണ്ടാണല്ലോ എന്ന് ജോഷി സാറിനും തോന്നി. അതോടെ ആ പ്രശ്നം അവിടെ തീർന്നു. ഷൂട്ടിംഗ് വീണ്ടും തുടങ്ങി. പ്രശ്നം തീർന്നു. 40-ലധികം ജോഷി സിനിമകളിൽ മമ്മൂട്ടി നായകനായി. ജോഷി ഔട്ടായി, മമ്മൂട്ടി ഔട്ടായി എന്ന് പത്രങ്ങൾ എഴുതിയ ഒരു കാലമുണ്ട്. ന്യായവിധി, വീണ്ടും, സായം സന്ധ്യ തുടങ്ങിയ ജോഷി മമ്മൂട്ടി ടീമിൻ്റെ സിനിമകൾ ദയനീയമായി വീണുപോയി. മമ്മൂട്ടി പെട്ടിക്കുട്ടി എന്ന് പറഞ്ഞ് ജോഷി സാറിൻ്റെ സിനിമകളെ ഒരു കാലത്ത് ആളുകൾ ആക്ഷേപിക്കുമായിരുന്നു. 100-150 ദിവസം ഓടിയ പടങ്ങളെക്കുറിച്ചും പറയുമായിരുന്നു മമ്മൂട്ടിയും പെട്ടിയും കുട്ടിയും ഉണ്ടെങ്കിൽ ജോഷിയുടെ പടമായിരുന്നു. മോഹൻലാലിനെ വെച്ച് ജോഷി ജനുവരി ഒരു ഓർമ്മ തുടങ്ങുന്നു. ഔട്ടായി കഴിഞ്ഞാൽ ഞാനിനി വരുമെന്ന് തോന്നുന്നില്ല എന്ന് മമ്മൂട്ടി ഉറപ്പിച്ച് പറഞ്ഞു ജോഷി സാറിനോട്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, സിനിമയല്ലേ, കയറ്റിറക്കങ്ങൾ ഉണ്ടാകുമെന്ന് ജോഷി സാർ ആശ്വസിപ്പിച്ചു. ജനുവരി ഒരു ഓർമ്മ സൂപ്പർ ഹിറ്റായി ഓടി. നിങ്ങൾക്കിനി പ്രശ്നമില്ല, പക്ഷേ എൻ്റെ കാര്യം പോക്കാണ് എന്നാണ് മമ്മൂട്ടി പറഞ്ഞത്. ജോഷി വീണ്ടും ഒരു ചിത്രം തുടങ്ങി, ന്യൂഡൽഹി. ഓരോ ഷോട്ട് എടുക്കുമ്പോഴും മമ്മൂട്ടി പറയും, ഇത് നമുക്കെടുക്കാവുന്ന അത്ര പൊലിപ്പിച്ചെടുക്കുക ആശാനെ, പോയാ പുല്ല് പോട്ടെ എന്നായിരുന്നു ജോഷി സാറിനോട് മമ്മൂട്ടി പറഞ്ഞിരുന്നത്. ന്യൂഡൽഹി പൂർത്തിയായി. പ്രിവ്യൂ കണ്ട മമ്മൂട്ടി പറഞ്ഞു, ഈ പടം ഓടിയില്ലെങ്കിൽ ഇനി വച്ച് കെട്ടാം, കൂവിയവർ കൂവട്ടെ. ന്യൂഡൽഹി റിലീസാവുമ്പോൾ ജോഷി സാറും മമ്മൂട്ടിയും ശ്രീനഗറിൽ നായർ സാബ് ചിത്രീകരിക്കുകയാണ്. 1987 ജൂൺ 21. പിരിമുറുക്കം കാരണം ഉച്ച മുതലുള്ള നായർ സാബിൻ്റെ ചിത്രീകരണം നിർത്തിവെച്ചു. കാരണം അന്നാണ് ന്യൂഡൽഹി റിലീസ് ചെയ്യുകയാണ്. 1987 ജൂൺ 21. മാറ്റിനിയുടെ റിപ്പോർട്ട് കിട്ടാൻ ഫോണിൻ്റെ ചോട്ടിൽ എല്ലാവരും കാത്തിരുന്നു. രാത്രി 10:30 മണിക്ക് ഫോൺ വന്നു. പാലക്കാട് ന്യൂഡൽഹി കളിച്ച തിയേറ്ററിൻ്റെ ഗ്ലാസ് ഉടഞ്ഞു. തിയേറ്ററുകളിലെല്ലാം തിക്കും തിരക്കും. അതായത് ഒരു ഷോയ്ക്ക് 5 ഷോയ്ക്കുകൾ ആൾ വന്ന് മടങ്ങുകയാണെന്നുള്ള വാർത്ത ജൂബിലി ജോയ് തോമസ് വിളിച്ചു പറഞ്ഞു. പടം സൂപ്പറാണ്, നമ്മൾ രക്ഷപ്പെട്ടു എന്നാണ് ജൂബിലി ജോയ് തോമസ് വിളിച്ചു പറഞ്ഞത്. അളിയ രക്ഷപ്പെട്ട അളിയ എന്ന് മമ്മൂട്ടി പറഞ്ഞുകൊണ്ട് മമ്മൂട്ടിയും ജോഷിയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നമ്പർ 20 വലിയ, അതോടുകൂടി വീണ്ടും അദ്ദേഹം താരമായല്ലോ. അപ്പം നമ്പർ 20 മദ്രാസ് മെയിൽ എടുക്കുകയാണ്. മോഹൻലാലാണ് നായകനെന്ന് ഞാൻ പറയണ്ടല്ലോ. ഈ ചിത്രത്തിൽ ഒരു സിനിമാ നടൻ വേണം. അപ്പോൾ ആരെ ഇതിന് ഗസ്റ്റ് വേഷത്തിന് വിളിക്കാമെന്ന് ആലോചിക്കുമ്പോൾ മോഹൻലാൽ പറഞ്ഞു ഇച്ചാക്കയായാൽ നന്നാവുമെന്ന്. അപ്പോൾ മമ്മൂട്ടിയുടെ അനുജന്മാരും മോഹൻലാലും മാത്രമാണ് മമ്മൂക്കയെ ഇച്ചാക്ക എന്ന് വിളിക്കുന്നത്. ഇച്ചാക്കയായാൽ നന്നാവുമെന്ന് മോഹൻലാൽ പറഞ്ഞു. ലാൽ നായകനാകുന്ന സിനിമയിൽ ഒരു ഗസ്റ്റ് വേഷത്തിൽ മമ്മൂട്ടി വരുമോ എന്ന് ജോഷി സാറിന് സന്ദേഹം. പക്ഷേ ജോഷി സാർ പറഞ്ഞാൽ മമ്മൂട്ടി നോ പറയുകയില്ല എന്ന് എല്ലാവർക്കും അറിയാം. മമ്മൂട്ടി അപ്പോൾ അമേരിക്കയിലാണ്. മമ്മൂട്ടി എന്ന് പേരെടുത്ത് പറയുന്ന രംഗങ്ങൾ വരെ മമ്മൂട്ടിയോട് ചോദിക്കാതെ ചിത്രീകരിച്ചു. അതിനുശേഷമാണ് മമ്മൂട്ടി എത്തിയത്. ജോഷി സാർ വിളിച്ച് കാര്യം പറഞ്ഞു. ഒരു വിസമ്മതവും പറയാതെ അതിനെന്താ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. സിനിമയിലെ കഥാപാത്രത്തിന് എൻ്റെ പേര് തന്നെ ഉപയോഗിക്കണോ എന്നൊരു സംശയം മാത്രമാണ് മമ്മൂക്ക മുന്നോട്ട് വെച്ചത്. ഞാനെന്ന വ്യക്തി കഥാപാത്രമായി വരണോ എന്ന് ചോദിച്ചു. വേണം, ആ പേര് തന്നെ വേണം. ദോഷമാണെങ്കിൽ എനിക്ക് വേണ്ടി സഹിക്കണം എന്നാണ് ജോഷി സാറ് മമ്മൂട്ടിയോട് പറഞ്ഞത്. അത് കേൾക്കേണ്ട താമസം മമ്മൂട്ടി വഴങ്ങി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കൂടെ സഹകരിച്ച അടൂർ ഗോപാലകൃഷ്ണ സാറായാലും ശരി, ജോഷി സാറായാലും ശരി, IV ശശി ആയാലും ശരി, അല്ലെങ്കിൽ അദ്ദേഹത്തെ പഠിപ്പിച്ച സാനുമാഷായാലും ശരി, പ്രൊഫസർ ലീലാവതി ടീച്ചറായാലും ശരി, അവരെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ, അത് വായിക്കുമ്പോൾ, ചമയങ്ങളില്ലാതെ എന്നുള്ള പുസ്തകം ഇപ്പോൾ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. 81 120 ഇറങ്ങിയ പുസ്തകമാണ്. ഇപ്പോൾ ഔട്ട് ഓഫ് പ്രിൻ്റാണെന്ന് തോന്നുന്നു. അതിൽ ഓരോരുത്തരും മമ്മൂക്കയെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇതിൽ MT സാറിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, ലോഹിതദാസിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് ഒരുപാട് പേര് അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് വേറൊരു എപ്പിസോഡിൽ പറയാം. കാരണം MT സാറിൻ്റെ ഇത്തിരി വിശദമായി പറയാനുണ്ട്. അത് വേറൊരു എപ്പിസോഡിൽ പറയാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 73 വയസ്സ് പിന്നിടുന്ന മമ്മൂക്ക. ഇപ്പം ടർബോ വന്നു, അടുത്ത ബസൂക്ക വരാൻ പോകുന്നു. അതിൻ്റെ പിന്നാലെ അദ്ദേഹം ഏതൊക്കെയോ പടങ്ങൾ അദ്ദേഹം
ചെയ്യുന്നു. രാംഗോപാൽ വർമ്മയുടെ പടം വരെ ചെയ്യുന്നു. എല്ലാം വരട്ടെ. ഞാൻ മുമ്പൊരിക്കൽ ഏതൊരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ നമ്മൾ നിത്യഹരിത നായകനെന്ന് ഇപ്പോഴും വിളിക്കുന്നത് നസീർ സാറിനാണ്. അദ്ദേഹം എന്താ പറയുക, ഒരു 50 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം എന്താ പറയുക അച്ഛൻ വേഷങ്ങളിലേക്കൊക്കെ മാറിയ ആളാണ്. ഇപ്പോൾ നായാട്ടം എന്നൊക്കെ പറഞ്ഞ പടത്തിലൊക്കെ ജയനിലെ നായകൻ നസീർ സാറ് സൈഡ് റോളല്ലേ ചെയ്തത്. പക്ഷേ 73 വയസ്സ് പിന്നിടുമ്പോഴും നായക വേഷത്തിൽ പ്രേക്ഷക പ്രീതിയോടെ നിലനിൽക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ പ്രമേഹം മാത്രം പോരെ ഓർക്കാൻ. ഞാൻ കൂടെ രാത്രി സത്യത്തിൽ ഈ പ്രമേഹത്തിലെ ആ തിരുമേനിയ സ്വപ്നം കാണാറുണ്ട്. എന്താ ചിരി അദ്ദേഹം ചിരിച്ചു വെച്ചതല്ലേ, ഒരു 1.5 ചിരി എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് 73 വയസ്സിൽ വൈകിയാണെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മനാൾ കഴിഞ്ഞിട്ട് 3 ദിവസമോ 4 ദിവസമോ ആയില്ലേ. എന്നാലും ഈ വൈകിയ വേളയിലും എൻ്റെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് ആയുസ്സും ആരോഗ്യവും നേരുന്നു. ഇനിയും ഒരുപാട് കാലം. ഇവിടെ മറ്റേ എന്താ പറയുക ഹേമ കമ്മിറ്റിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ എന്തോ ഒരു വാക്കുണ്ടല്ലോ, ചട്ടമ്പിമാരാണെന്ന്, മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ ആണെന്ന് പറഞ്ഞ ഒരു 15 പേരുടെ ഗുണ്ടാ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. അതിലെന്തായാലും മമ്മൂക്കയുടെയും പേര് കാണും, മാന്യനാണെങ്കിലും. ഇനിയും ഒരുപാട് കാലം മമ്മൂക്കയും മോഹൻലാലുമൊക്കെ മലയാള സിനിമ ഭരിച്ച് തന്നെ ഇവിടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ജന്മനാൾ എന്താ പറയുക ആശംസ നേർന്നുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ആൾക്കാർ മമ്മൂക്കയെക്കുറിച്ച് പറഞ്ഞ ഓരോ വരികളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.